അതില് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാ വരിക? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിരുന്നോ? റിമൈനിങ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാണോ? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാത്തുണ്ടായിരുന്നോ? ഓക്കെ, ഏതായാലും ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20 ചെയ്തിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 20 കിട്ടാത്തുണ്ടെങ്കിൽ അത് മാത്രം ഞാൻ ഒരു 30 വരെ ചെയ്യാം. ബാക്കി നിങ്ങൾ കിട്ടാത്തത് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ ആൻസർ എന്താ വരിക? ആൻസർ കിട്ടിയത് ഏതാ? ചെയ്ത് നോക്കിയിട്ട് 20 ഇതാണ്. ഇഫ് ദി സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ഓഫ് 500 ടേൺ കോയിൽ ഈസ് 125 millihenry, the self inductance of similar coil of 800 turns is. ക്യാൻസർ കിട്ടിയിരുന്ന ആർക്കെങ്കിലും റിപ്ലൈ ചെയ്യും. ഏതാ ഒരു ആൻസർ? വാട്ട് വിൽ ബി ദി ആൻസർ? 500 ടേൺസ് ഉള്ളതിൻ്റെത് എത്രയാണ്? 125 ആണ്. 800 ടേൺസ് ഉള്ള സിമിലർ കോയിലിന്റെ എത്ര ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടിയിരുന്നു. എന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ 500 ടേൺസ് ആകുമ്പോൾ നമ്മളോട് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിനകത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്? എൽ ഇസ് ഈക്വൽ ടു പല ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. μ0 n സ്ക്വയർ അല്ലേ, μ0 n സ്ക്വയർ a ഇൻറ്റു എൽ എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് എന്താണ്? ഇത് ഏത് യൂസ് ചെയ്തിട്ടുള്ളതാണ്? 0 n സ്ക്വയർ a ഇൻറ്റു എൽ എന്ന് പറയുന്നത് വേറെ n ഈസ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെ. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. ഓക്കെ, സോറി n എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നത് സെൽഫ് ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ μ0 n സ്ക്വയർ μ0 n സ്ക്വയർ a ബൈ എൽ. μ0 n സ്ക്വയർ a ബൈ എൽ എന്ന് പറയുന്ന ഇക്വേഷനും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഏത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? ഇതിനകത്ത് നമ്പർ ഓഫ് ടേൺസ് അല്ലെ, നമ്പർ ഓഫ് ടേൺസ് മാറുന്നതാണ്. സോ നമ്പർ ഓഫ് ടേൺസ് മാറുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇവിടെ എത്രയാണ്? 500 ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇവിടെ 500. ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇത് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഇത് യൂസ് ചെയ്താലും താഴത്തെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, സെയിം ആൻസർ തന്നെയാണ്. സോ സിമിലർ കോയിൽ എന്നാണ് പറഞ്ഞത്. സോ ഒരു കോയിലിന് ഇനീഷ്യലി 500 ഉണ്ടായിരുന്നു. ഇതിനോട് സിമിലർ ഷേപ്പ് ആയിട്ടുള്ള ഒരു കോയിൽ, അപ്പൊ അതിനകത്ത് എന്താണ്? അതിനകത്ത് 800 ടേൺസ് ഉണ്ട് എന്നാ പറഞ്ഞത്. അതിനകത്ത് 800 ടേൺസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി സിമിലർ ആവണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് അല്ലെ, അത് വൈൻഡ് ചെയ്യുന്ന ക്ലോസ്നെസ് ഒക്കെ ഒരേപോലെ വരണം. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് വിൽ ബി സെയിം. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം സിമിലർ കോയിൽ എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പൊ ഒരേപോലെ ആയിരിക്കണം വൈൻഡ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. സെയിം റേഡിയസ്, സെയിം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടേൺസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവേണ്ടത്. സോ ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഷുഡ് ബി സെയിം. അപ്പൊ 500 ഉള്ള 800 ആവണമെന്നുണ്ടെങ്കിൽ ലെങ്ത് എത്ര ഇൻക്രീസ് ചെയ്യേണ്ടി വരും അല്ലെ? ലെങ്ത് എത്ര ഇൻക്രീസ് ചെയ്യേണ്ടി വരും? സെയിം നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് 500 ഉള്ളത് 800 ആവണമെന്നുണ്ടെങ്കിൽ, ഇഫ് ദി നമ്പർ ഓഫ് ടേൺസ് ഹാസ് ടു ബി, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് 500 ഉള്ളത് 800 ആവണമെന്നുണ്ടെങ്കിൽ ലെങ്ത് വിൽ ഹാവ് ടു ബി എത്ര ടൈംസ് ആവേണ്ടി വരും? ലെങ്ത് എത്ര ടൈംസ് ആവേണ്ടി വരും? ഇപ്പോ n 500 ഉള്ളത് n 800 ആവണമെന്നുണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് ടേൺസ് വെച്ചിട്ട്, സെയിം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് വെച്ചിട്ട് ലെങ്ത് എത്രയായിട്ട് മാറേണ്ടി വരും? ഇപ്പോ 8/5 ടൈംസ് ആവണ്ടേ അല്ലെ? ലെങ്ത് വിൽ ഹാവ് ടു ഇൻക്രീസ് ടു 8/5 ടൈംസ് അല്ലേ? പറഞ്ഞ മനസ്സിലായോ?
അതായത് ഇപ്പൊ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 100 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 100 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500 നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദി ലെങ്ത് ഷുഡ് ബി 5, ലെങ്ത് 5 വരണം. സെയിം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് 800 വരണം എന്നുണ്ടെങ്കിൽ ലെങ്ത് എന്ത് വരേണ്ടി വരും? 8 വരേണ്ടി വരില്ലേ? അല്ലെ, 8 വരേണ്ടി വരും. സോ ലെങ്ത് വിൽ ഹാവ് ടു ഇൻക്രീസ് ബൈ 500. 5 ഉള്ളത് 8 ആയി എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ആയി? 8/5 ടൈംസ് ആയി അല്ലെ? ഹാസ് ടു ബിക്കം 8/5 ടൈംസ്. സോ നമ്പർ ഓഫ് ടേൺസിനെ n can be written as n is equal to n can be written as small n into l എന്ന് എഴുതാൻ പറ്റും. small n into n. So n1 by n2 small n രണ്ട് കേസിലും സെയിം ആണെന്നുണ്ടെങ്കിൽ will be equal to n into l1 by n into l2. So this is 500 divided by 800. So l2 is equal to 8/5 times l1 എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. l2 has to be equal to 8/5 times l1. So initially ഉണ്ടായിരുന്ന l1 എന്ന് പറയുന്നത് mu0 n square a into l1. l2 എന്ന് പറയുന്നത് mu0 n square a into l2. mu0 n square a into l2. So l1 by l2 എന്ന് പറയുന്നത് l1 by l2 ആണ്. That is small l1. ആ l ലെങ്ത് ആണ്, മറ്റേത് ഇൻഡക്റ്റൻസ് ആണ്. That is equal to l1 by l2 എന്ന് പറയുന്നത് that is 5/8. So L2 is equal to 8/5 L1. That is എത്രയാണ്? 8/5 into initially എത്രയായിരുന്നു? 200. Sorry, 125. That will be 200 millihenry. Okay, 200 millihenry. So it will be the answer. Okay, അതാണ് ആൻസർ. ഇനി അതല്ല, ഇവിടെയും ചെയ്യാം. വേറെ വ്യത്യാസമൊന്നുമില്ല. n 800 ആയി, പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് L എത്ര ആയി എടുക്കണം? L എത്ര ടൈംസ് ആയി എടുക്കണം? 8/5 L ആയി എടുക്കേണ്ടി വരും. മനസ്സിലായോ? 8/5 L എന്ന് എടുക്കേണ്ടി വരും. ഇത് 500 ഉള്ള 800 ആവും. പക്ഷെ L എത്ര ടൈംസ് ആവും? 8/5 L ആവുന്ന ഡിനോമിനേറ്ററിലും ചെയ്യണം. ആ ലെങ്ത്തിന്റെ വേരിയേഷനും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, സോ ദി ആൻസർ വിൽ ബി 200. 200 ആണ് ആൻസർ വരുന്നത്. So option B will be the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എഡ്ഡി കറന്റ് ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞല്ലായിരുന്നു, എഡ്ഡി കറന്റ് ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. ആൻസർ പറഞ്ഞ ആരെങ്കിലും? ഇത് കേൾക്കുന്നില്ലേ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എസ് എന്ന് പറഞ്ഞു. പറയുന്നത് സ്റ്റക്ക് ആവുന്നുണ്ടോ? ബ്ലർ ഉണ്ടോ? ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എന്നാ ആൻസർ പറഞ്ഞേ. ആൻസർ ഏതാ വരാ? ബൈ ലാമിനേറ്റിംഗ് ദി കോർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ അല്ലേ, ബൈ ലാമിനേറ്റിംഗ് ദി കോർ. സോ യൂസിങ് തിക്ക് വയേഴ്സ്. എന്നാ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്തിനൊക്കെയാണ് പറഞ്ഞത്? പെട്ടെന്ന് നോക്കും ചെയ്യാം. യൂസിങ് തിക്ക് വയേഴ്സ്. തിക്ക് വയേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുക? എന്ത് ലോസ് കുറക്കാനാ? ഓപ്ഷൻ ബി, കോപ്പർ ലോസ് അല്ലെ. കോപ്പർ ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ജൂൾ ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ്, ഹീറ്റ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് തിക്ക് വയേഴ്സ് യൂസിങ്. യൂസിങ് മെറ്റീരിയൽ വിത്ത് ലോ ഹിസ്റ്റെറിസിസ്. എന്തിനാ? അതെന്ത് ലോസ് കുറക്കാന്? അവസാനം പറഞ്ഞ ഹിസ്റ്റെറിസിസ് ലോസ് തന്നെ അല്ലെ. ഹിസ്റ്റെറിസിസ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. വൈൻഡിങ് പ്രൈമറി ഓവർ ദി സെക്കൻഡറി കോയിൽസ് അല്ലെങ്കിൽ 1 ഓവർ ദി അതർ. എന്ത് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാ? ഫ്ലക്സ് ലീക്കേജ് അല്ലെ. ഫ്ലക്സ് ലീക്കേജ് കുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അയൺ കോർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഹിസ്റ്റെറിസിസ് ലോസ് ആവണം. അതിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതായത് അടുത്ത നോക്കാം. Question number 22. A transformer of efficiency 90% draws an input power of 4 kilowatts. The electrical appliance connected
across the secondary it draws a current of 6 ampere. The impedance of the device is, അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചത്. What is the resistance of the okay. Okay. So അടുത്ത question, the transformer efficiency 90%. 90% ആണ് transformer. Okay. Transformer efficiency. So 90% ആണ് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലേ? Lines connected to the draws a current of 6 ampere. The impedance of the device is, basically resistance ആണ്. What is the resistance of the device എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. Okay, what is the resistance of the device? സോ അതൊന്ന് പറഞ്ഞു പെട്ടെന്ന്. ഇത് വളരെ സിമ്പിൾ ആണ്. ഔട്ട്പുട്ട് പവർ നമുക്ക് എന്താ എഴുതാം? ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് എ സിയിലെ ഇമ്പിഡൻസ് എടുത്ത് കൺഫ്യൂഷൻ ആവൊന്നും വേണ്ട. ഇവിടെ ഉദ്ദേശിച്ചുള്ള റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സർക്യൂട്ടിനെ പറ്റി വേറെ പറഞ്ഞിട്ടില്ലല്ലോ. സോ ഔട്ട്പുട്ട് പവറിന് നമുക്ക് വേണമെങ്കിൽ എന്താ എഴുതാം? ഔട്ട്പുട്ട് കറണ്ട് I² × R എന്ന് എഴുതാം. അങ്ങനെയൊക്കെ എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. V² / R എന്ന് എഴുതാം, അല്ലെങ്കിൽ V × I എന്ന് എഴുതാം. ഓക്കെ, ഔട്ട്പുട്ട് സർക്യൂട്ടിലെ വോൾട്ടേജ് ഇൻറ്റു ഔട്ട്പുട്ട് സർക്യൂട്ടിലെ കറണ്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സർക്യൂട്ടിലെ വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡ് ബൈ അതിന്റെ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സർക്യൂട്ടിലെ കറണ്ടിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ കറണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. 90% ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എഫിഷ്യൻസി ഓഫ് എ സി ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? The efficiency of the transformer eta is given by power output divided by power input. Output power divided by input power ആണ് efficiency of a transformer എന്ന് പറയുന്നത്. So input power ഡയറക്റ്റ് വന്നിട്ടുണ്ട് 4 kilowatts. ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന് നമുക്ക്. സോ ഇത് 90% ആണ്. നമ്മൾ ഫ്രാക്ഷനിലോട്ട് എഴുതുമ്പോൾ 0.9 എഴുതണം. 90% ആക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പുറം എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 0.9 എഴുതാം. That is given by I² R എന്ന് എഴുതിയാലും മതി. I² R divided by താഴെയുള്ളതിനെ 4 kilowatts, 4 × 1000. So this is I3 6² into R divided by, this will be 4000 equal to 0.9. So this will be 3600 അല്ലേ? 3600. അപ്പോൾ 6ഉം ക്യാൻസൽ ചെയ്തപ്പോ സോ R is equal to എത്ര കിട്ടണം? 100 ആണോ? റെസിസ്റ്റൻസ് R is equal to 100 ohms. കറക്റ്റ് ആണോ? Okay. So R is equal to 100 ohm. Okay, option D will be the answer. When a circular coil of radius 1 meter and turns 100 turns is rotated in a horizontal magnetic field, the peak value of EMF induced is 100 watts, 100 volts. The coil is unbound, then rewound into a circular coil of radius 2 meter. It is now rotated with the same speed under the similar condition. The new peak value of EMF developed is, what is the new peak value of EMF? Okay, അപ്പൊ നമുക്കറിയാം നമ്മൾ എ സിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിനകത്ത് എന്താണ്? അപ്പോ റേഡിയസ് 2 മീറ്റർ ആക്കി. അത് എ സിയിൽ നമ്മൾ EMF ന്റെ പീക്ക് വാല്യൂ അല്ലെ
is equal to d phi by dt. മാഗ്നിറ്റ്യൂഡ് മാത്രം അല്ലെങ്കിൽ മൈനസ് d phi by dt എന്ന് എഴുതും. മൈനസ് ഓഫ് d by dt ഓഫ് NBA cos തീറ്റ. തീറ്റ നമ്മൾ ഒമേഗ ടി എന്ന് എഴുതും അല്ലെ. NBA മൈനസ് d by dt ഓഫ് NBA cos തീറ്റ. ആണെങ്കിൽ തീറ്റ നമ്മൾ എന്ത് എഴുതും? തീറ്റ നമ്മൾ സാധാരണ എഴുതാം cos ഒമേഗ ടി എന്ന് എഴുതും. ഇതിനെ NBA ഒമേഗ ഒക്കെ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഹലോ റഷീദ്, എന്നെ ഒന്നും കൂടി ഹോസ്റ്റ് ആക്കുമോ ഇതിന്? ഹലോ, ഓക്കെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോ ഇറ്റ് വിൽ ബി NBA ഒമേഗ അല്ലെ. NBA ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് NBA ഒമേഗയാണ്. ഇതിനകത്ത് മാക്സിമം വാല്യൂ NBA ഒമേഗ വരുമ്പോ ഏതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യും. ഡിപ്പെൻഡ്സ് ഓൺ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആസ് വെൽ ആസ് നമ്പർ ഓഫ് ടേൺസ്. ബാക്കി ബിയും ഒമേഗയും സെയിം ആണ്, സെയിം മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇതാണ്. സോ റേഡിയസ് 2 ടൈംസ് ആക്കിയാൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാവും? സെയിം കോയിലിന്റെ റേഡിയസ് 2 ടൈംസ് ആക്കുമ്പോൾ ടോട്ടൽ ലെങ്ത് ആണ് സെയിം ആയിട്ട് നിൽക്കുന്നത് അല്ലെ. ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി കോയിൽ വിൽ റിമെയിൻ സെയിം. സോ റേഡിയസ് 2 ടൈംസ് ആക്കുമ്പോൾ ദി പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ഈച്ച് കോയിൽ ബിക്കംസ് 2 ടൈംസ്. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് എത്ര വരേണ്ടി വരും? നമ്പർ ഓഫ് ടേൺസ് നേരത്തെ ഉണ്ടായിരുന്നത് 100 into 2πr ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ടോട്ടൽ ലെങ്ത്. 100 into 2πr ആണ് ഇനീഷ്യലി ഉണ്ടായിരുന്ന ടോട്ടൽ ലെങ്ത്. 100 into 2πr ആണ്. ഇപ്പൊ അതെന്തായിട്ട് മാറണം? നമ്പർ ഓഫ് ടേൺസ് മാറിയിട്ട് N2 into 2π ക്യാപിറ്റൽ into 2 എന്ന് എഴുതണം. ഇവിടെ എത്രയായിരുന്നു? റേഡിയസ് 1 ആയിരുന്നു. സോ ഇവിടെ N2 ഓട്ടോമാറ്റിക്കലി എത്രയായിട്ട് മാറും? 50 ആയിട്ട് മാറും. 50 നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് എത്രയായിട്ട് മാറും? 50 ആയിട്ട് മാറും. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് 50 ആയിട്ട് മാറും. ഏരിയ എത്രയാവും? ഏരിയ ഓഫ് ഈച്ച് ലൂപ്പ് എത്ര ടൈംസ് ആവും? ഏരിയ 4 ടൈംസ് ആവും അല്ലെ. ഏരിയ റേഡിയസ് 2 ടൈംസ് ആയാലും ഏരിയ ഓട്ടോമാറ്റിക്കലി 4 ടൈംസ് ആവും. സോ ഇൻഡ്യൂസ്ഡ് EMF E1 by E2 മാക്സിമം വാല്യൂ E1 by E2 എന്ന് പറയുന്നത് N1BA1 ഒമേഗ ഡിവൈഡഡ് ബൈ N2BA2 ഒമേഗ എന്ന് വരും. N1BA1 ഒമേഗ ഡിവൈഡഡ് ബൈ N2BA2 ഒമേഗ എന്ന് വരും. ഓക്കെ, സോ അപ്പൊ ഇതിനകത്ത് ഏതിനൊക്കെ പ്രൊപ്പോർഷനിലാണ്? ഒമേഗ ക്യാൻസൽ ചെയ്ത് പോവും. ബിയും ഇതും സെയിം ആണ്. N1 എത്രയാണ്? 100 ആയിരുന്നെങ്കിൽ ഇത് എത്രയാണ്? 50 ആണ് N2 എന്ന് പറയുന്നത്. മറ്റൊടുത്ത ഏരിയ A1 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഏരിയ എത്രയാണ്? 4 ടൈംസ് A1 ആവും. അത് മനസ്സിലായില്ലേ? കാരണം എന്താണ്? റേഡിയസ് 2 ടൈംസ് ആയിട്ടുണ്ട്. സോ E1 by E2 is equal to, so it will be 1 by 2. 1 by 2. So E2 is equal to 2 times E1. നേരത്തെ ഇൻഡ്യൂസ് ചെയ്തതിന്റെ 2 ടൈംസ് ആണ് ഇപ്പോഴുണ്ടാവുന്ന പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ എത്രയാണ്? 100 ആണ്. ഇപ്പൊ അത് 200 ആയിട്ട് മാറും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24 ഇതാണ്. A 50 Hz AC current of peak value 2 ampere pass through one of the pair of coils. If the mutual inductance between the pair of the coils is 150 millihenry, then the peak value of voltage induced. What is the peak value of voltage induced in the other coil? Okay, peak value of voltage induced. So നമുക്കറിയാം flux related to one coil is given by due to the other coil is given by phi is equal to
ഫൈ ഇസ് ഈക്വൽ ടു എന്താണ്? ഒരു കോയിൽ കാരണം മറ്റേ കോയിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് നമ്മൾ എന്താ എടുക്കണ്ടേ? എം ഇൻറ്റു ഐ അല്ലെ? വേറെ എം ഇസ് ദി മ്യൂച്വൽ ഇൻഡക്ടൻസ്. സെയിം കോയിൽ ആണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻഡക്ടൻസ് യൂസ് ചെയ്യണം. സോ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് എം ഇൻറ്റു നെഗറ്റീവ് വാല്യൂ വരാൻ കുഴപ്പമില്ല, എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി, എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് വരും. സോ ഇതിനകത്ത് ഐ എന്താണ്? എ സി കറണ്ട് ആണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് I0 സൈൻ ഒമേഗ ടി ഓർ I0 കോസ് ഒമേഗ ടി ഓർ I0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. I can be written as I equal to I0 sin omega t or I0 cos omega t. ഒമേഗ ഇവിടെ എത്രയാണ്? ഒമേഗ ഫ്രീക്വൻസി എന്നിട്ടുണ്ട് 50 ഹെർട്സ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ എഫ്, ദാറ്റ് ഈസ് 100 പൈ. ഒമേഗയുടെ വാല്യൂ 100 പൈ ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ I0 ഇൻറ്റു ഒമേഗ സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി. സോ ഇറ്റ്സ് മാക്സിമം വാല്യൂ ഈസ് എം I0 ഒമേഗ. കോസ് ഒമേഗ ടിയുടെ മാക്സിമം വാല്യൂ 1 ഓർ -1. -1 വരുമ്പോൾ ഇതിന്റെ വാല്യൂ മാക്സിമം വരും. സോ എം എത്രയാണ്? 150 മില്ലി ഹെൻറി. 150 ഇൻറ്റു സോ ഇ എം എഫ് ഈ മാക്സ് എന്ന് പറയുന്നത് 150 ഇൻറ്റു എത്രയാണ്? 10⁻³ ഇൻറ്റു കറണ്ട് മാക്സിമം വാല്യൂ 2 ആണ്, ഇൻറ്റു മാക്സിമം വാല്യൂ 2 ഇൻറ്റു എത്ര വരും? ഒമേഗ എത്രയാണ്? 100 പൈ എന്ന് വരും. ഓക്കെ, സോ ഹൗ മച്ച് ഈസ് ഇറ്റ്? 200 300 സംതിങ്. ഏത് ആൻസർ? സോ ഇറ്റ് വിൽ ബി 150 ഇൻറ്റു 2 30 പൈ ആണോ? ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്താണെന്ന് തോന്നുന്നു അല്ലേ? എ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ലൈറ്റ്. മുമ്പ് ചെയ്തല്ലേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ? എ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ലൈറ്റ് എ 100 watt and 100 volt lamp from a 220 volt main supply. If the main current is 0.5 ampere, then the efficiency of the transformer is nearly. ഇത് ചെയ്തൂടെ? ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട്, ഇൻപുട്ട് പവർ കണ്ടുപിടിച്ചാൽ മതി. ഇൻപുട്ട് പവർ ഇൻപുട്ട് കറണ്ട് തന്നിട്ടുണ്ട് അല്ലെ? ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഇൻപുട്ട് കറണ്ട് തന്നിട്ടുണ്ട്. സോ ഇൻപുട്ട് പവർ ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. ഔട്ട്പുട്ട് പവർ ഈസ് ഡയറക്ട്ലി ഗിവൺ. ഓക്കെ, ഔട്ട്പുട്ട് പവർ ഈസ് ഡയറക്ട്ലി ഗിവൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. one conducting U-tube can slide into another conducting U-tube, maintaining electrical contacts between them. The magnetic field B acting perpendicular to the plane of slide. If each tube moves with a constant speed v each other, then the induced EMF in the circuit is. So our figure കൂടി തരണ്ടിരുന്നു. So the figure is not given. So figure will be like this. ഒരു conducting U-tube. So ഇങ്ങനെയുള്ള ഒരു ഷേപ്പ്. അതിന്റെ end to end length ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു conducting U-tube. It will be like this. So ഒരാള് ഇങ്ങോട്ടും മറ്റേ ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഒരാൾ ഇങ്ങോട്ടും മറ്റാൾ ഇങ്ങോട്ടും മൂവ് ചെയ്യും. സോ നമ്മളോട് ചോദിച്ചത് what will be the induced EMF? What will be the induced EMF in this case? So ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഈ റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദി പ്ലെയിനോ പുറത്തോട്ടോ എങ്ങോട്ടെങ്കിലും ആയിക്കോട്ടെ. സോ ഇങ്ങനത്തെ കേസിൽ ഫീൽഡ് ഉണ്ടാവോ ഇല്ലേ, അല്ലെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ടോ? ഇവിടെ അവർ ലെങ്ത് എന്താണെന്ന് തന്നിട്ടില്ല. ഞാൻ ഈ മൗത്തിന്റെ ആ ഓപ്പണിങ്ങിന്റെ വിഡ്ത്തിനെയാണ് ഇവിടെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതൊരു യൂട്യൂബ് ഞാൻ ആകെ ഒരു വയർ മാത്രമേ വരച്ചിട്ടുള്ളൂ, ഇങ്ങനെ എടുത്താണ്. അപ്പൊ പറഞ്ഞേ, വെറുതെ ഇങ്ങനെ ഒരു കോയിൽ, ഇങ്ങനെയുള്ള ഒരു കോയിൽ ഇതിന്റെ ഉള്ളിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടോ, അല്ല EMF ഉണ്ടോ? ഇങ്ങനെയുള്ള ഒരു കോയിൽ റീജിയനിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ താഴെ വരച്ച പോലെ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, അങ്ങനെയുള്ള ഒരു കോയിൽ മൂവ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടോ? ഉള്ളിൽ മൂവ് ചെയ്യുമ്പോ ഇല്ല.
ഇല്ലല്ലേ, കാരണം എന്താണ്, അവിടെ there is no change in flux, ഏരിയ സെയിം ആണ്, there is no change in flux. അതല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് റോഡ്സ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ക്രോസ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും അല്ലെ, ആ ഗ്രീനിൽ മാർക്ക് ചെയ്ത് അതിനെ ക്രോസും ഉണ്ടാവും, ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് അതിനെ ക്രോസും എന്തുണ്ടാവും, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. രണ്ടിനെ ക്രോസും EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പക്ഷെ നമ്മൾ അതെങ്ങനെയാണ് വരക്കുന്നത്, ഇങ്ങനെയാണ് വരക്കുക അല്ലെ, ഇങ്ങനെ വരക്കുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എങ്ങനെയാണെങ്കിലും. സോ എങ്ങനെയാണ് ഇതിന്റെ നെഗറ്റീവ് ടെർമിനലും ആണ് കോണ്ടാക്ട് ഉള്ളത്. സോ സെൽസ് വരക്കുമ്പോൾ ഒരു സെല്ല് ഇങ്ങനെ, ഇത് കൂട്ടി ഒരുമിച്ച് വരക്കുകയാണെങ്കിൽ മറ്റേ സെല്ല് ഇങ്ങനെ. സോ രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോവാണ് ചെയ്യുന്നത്, രണ്ടിനെയും കൂടി EMF ക്യാൻസൽ ചെയ്ത് പോകും. പറഞ്ഞു മനസ്സിലായോ? ഏത് സിറ്റുവേഷനിൽ, താഴത്തെ സിറ്റുവേഷനിൽ. പക്ഷെ മുകളിലത്തെ സിറ്റുവേഷനിൽ അങ്ങനെയല്ല. ഇപ്പൊ റെഡ് കളറിലുള്ള യൂട്യൂബ് മൂവ് ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയായിരിക്കും? റെഡ് കളറിലുള്ള യൂട്യൂബ് മൂവ് ചെയ്യുന്ന കാരണം ഏത് സൈഡ് ആയിരിക്കും ഹയർ പൊട്ടൻഷ്യൽ, മുകളിലാണോ താഴെയാണോ? റെഡ് കളറിലുള്ള യൂട്യൂബിന്റെ അപ്പർ സൈഡ് ആണോ ലോവർ സൈഡ് ആണോ ഹയർ പൊട്ടൻഷ്യലിന്? റെഡ് കളറിലുള്ള യൂട്യൂബിന്റെ അപ്പർ സൈഡ് ആണോ ലോവർ സൈഡ് ആണോ ഹയർ പൊട്ടൻഷ്യലില്? എങ്ങനെയാ നോക്കണ്ടേ? എങ്ങനെയാണ് നോക്കേണ്ടത് ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ ഏതാണ് ലോവർ പൊട്ടൻഷ്യൽ എന്നൊക്കെ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജസ് എവിടെ അക്യുമുലേറ്റ് ചെയ്യും നോക്കണം അല്ലെ. പോസിറ്റീവ് ചാർജസ് എവിടെ അക്യുമുലേറ്റ് ചെയ്യും, മുകളിലാണോ താഴെയാണോ അക്യുമുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഇതിനകത്ത് റെഡ് കളറിലുള്ളതിനകത്ത് എവിടെയായിരിക്കും അക്യുമുലേറ്റ് ചെയ്യുക? സോ ഞാൻ ഇവിടെ ഇവിടെ ബി എന്ന് എഴുതി. എയിലാണോ ബിയിലാണോ പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുക? പെട്ടെന്ന് പറഞ്ഞേ. ഇറ്റ് വിൽ അക്യുമുലേറ്റ് അറ്റ് ബി അല്ലെ, ബിയിലാണ് പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുക. അപ്പൊ ബി ആണ് ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക, ബി വിൽ ബി അറ്റ് ദി ഹയർ പൊട്ടൻഷ്യൽ. അപ്പൊ അവിടെ നമ്മൾ സെല്ല് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. എത്രയാണെന്ന് വെച്ചാൽ ആ എൻഡ് ടു എൻഡ് ലെങ്ത് എടുത്താൽ മതി, BLB അല്ലെ, BLB. റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എങ്ങനെയായിരിക്കും സെല്ല് വരക്കേണ്ടത്? നേരെ തിരിച്ചായിരിക്കും, ഇങ്ങനെയായിരിക്കും സെല്ല് വരക്കേണ്ടത്. മനസ്സിലായി? അപ്പൊ ഈ എൻഡും കൂട്ടിമുട്ടിച്ചാല് നമുക്കൊരു സെല്ലിന്റെ ബാക്കിൽ നിന്നാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെയാണ് നമ്മൾ സെല്ല് വരക്കേണ്ടത്. ഇപ്പൊ വരച്ചിട്ടുള്ള അതേപോലെയാണ് സെല്ല് വരക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ആ കേസിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബോത്ത് ഓഫ് ദം ആഡ്സ്, രണ്ടും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദി നെറ്റ് EMF ആഡ് 2BLV എന്ന് വരും. ഓക്കെ, 2BLV will be the answer. Okay, is it clear? Okay, so that is about it. ഇത് സീരീസ് ആണോ പാരലൽ ആണെന്ന് വെച്ചാൽ ഇതൊക്കെ സീരീസ് കോമ്പിനേഷൻ ആട്ടോ. ഇത് എപ്പോഴാ പാരലൽ ആവാന്ന് ചോദിച്ചാല്, ഇപ്പോ രണ്ട് സെല്ല് ഞാൻ സാധാരണ ഒരു സർക്യൂട്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്തു, ഈ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. ഇറ്റ്സ് എ സീരീസ് കോമ്പിനേഷൻ. ഇതിനിപ്പോ റെസിസ്റ്റൻസ് ഉണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സീരീസ് കോമ്പിനേഷൻ. നമുക്ക് ഒറ്റ ലൂപ്പ് മാത്രമേ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അല്ലെ. സെയിം കറണ്ട് ആണ് രണ്ടിനെ ക്രോസും വരുന്നത്. പക്ഷെ ഇവിടുന്ന് ഒരു ബ്രാഞ്ചും കൂടി എടുത്തിട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് നോട്ട് എ സീരീസ് കോമ്പിനേഷൻ. മനസ്സിലായോ? അപ്പോ എന്താവണമെന്നില്ല, രണ്ടിലൂടെയുള്ള കറണ്ട് സെയിം ആവണമെന്നില്ല. ഈ സെല്ലിലൂടെയുള്ള കറണ്ടും ഈ സെല്ലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും സെയിം ആവണമെന്നില്ല. അത് സ്പ്ലിറ്റ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന കറണ്ടാണ്. സോ അങ്ങനെ എടുക്കുമ്പോൾ ഏത് സീരീസ് ഏത് പാരലൽ എന്ന് വെച്ചാൽ ഒറ്റ ലൂപ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാം സീരീസ് തന്നെ ആയിരിക്കും. ദർ ഇസ് നോ പാരലൽ തിങ്. ഒറ്റ ലൂപ്പ് ഉള്ളെങ്കിൽ എല്ലാം സീരീസ് കോമ്പിനേഷൻ പോലെ തന്നെയാണ്. ഓക്കെ, അതിന്റെ ഇടയിൽ നിന്ന് അപ്പുറത്തുനിന്ന് നടുവെന്ന് വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ പാരലൽ സംഭവം വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ കൺഫ്യൂഷൻ ആവാൻ നിൽക്കേണ്ടത്. സീരീസ് ആണോ പാരലൽ ആണോ? ഇത് പാരലൽ പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് EMF കൂടി ആഡ് ചെയ്യല്ലേ വേണ്ടതെന്ന് അല്ലെ. ഈ കേസിൽ ഇത് പാരലൽ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യല്ലേ വേണ്ടതെന്നൊക്കെ തോന്നും. ഓക്കെ, there is nothing like that. സെൽസിന്റെ കേസിൽ ഒരൊറ്റ ലൂപ്പേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി സീരീസ് തന്നെയാണ്. ഇൻ ദി കേസ് ഓഫ് സെൽസ്, if there is only one loop, everything is in series. അവിടെ പാരലൽ ആണോ സീരീസ് ആണോ കൺഫ്യൂഷൻ അടിക്കണ്ട, എല്ലാം സീരീസ് തന്നെയാണ്. പാരലൽ ആണോ എന്നുള്ളതിന് മാത്രം പിന്നെ വേറെയും ലൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീരീസ് ആണോ പാരലൽ ആണോ എന്ന് കെയർഫുള്ളി ചെക്ക് ചെയ്തിട്ട് ചെയ്യണം. If there is only one loop, in the case of cells, the combination is
സീരീസ് കോമ്പിനേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പൊ സീരീസ് ആവുമ്പോൾ ഇത് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്താണ് ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. സോ ദാറ്റ് ഇസ് അബൌട്ട് ഇറ്റ്. ഇനി കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തവർ വെറുതെ നടക്കുകയായിരിക്കും. ഇതിനകത്ത് 2BLV എന്ന് വരും ആൻസർ. ചെയ്തവർ വെറുതെ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുകയായിരിക്കും, അവർ ചെയ്തിട്ടുണ്ടാവും. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് ആരെങ്കിലും. അപ് ടു ഒരു 40 ഉള്ളതിൽ 39 കിട്ടിയിട്ടില്ല. വേറെ 39th ക്വസ്റ്റ്യൻ വേറെ ഏതാണ്ടോ കിട്ടാത്തത്? അത് കുഴപ്പമില്ല. റിലേറ്റീവ് പെർമിയബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. റിലേറ്റീവ് പെർമിയബിലിറ്റി ഇതിനകത്ത് പഠിക്കണം, അപ്പൊ കുഴപ്പമില്ല. അത് പഠിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയാം. അത് ചെയ്യാം, 39 ചെയ്യാം. പിന്നെ ഏതാ പെർമിയബിലിറ്റി? റിലേറ്റീവ് പെർമിയബിലിറ്റി ഒക്കെ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി പറയുന്ന പോലെ തന്നെയാണ് പെർമിയബിലിറ്റി, ശരിക്കും മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലാണ് വരുന്നത്. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാത്തുണ്ടോ? പെട്ടെന്ന് പറഞ്ഞ്. ബാക്കിയൊക്കെ കിട്ടിയതാണോ? ഹരിഗോവിന്ദ്, ബാക്കിയൊക്കെ കിട്ടിയതാണോ? വേറെ ആരൊക്കെയുള്ള ഇതില്? ഈഡൻ, അഭിജിത്ത് ചെയ്താണോ വല്ലതും? അഭിജിത്ത് ക്രജു വല്ലതും ചെയ്തിട്ടുണ്ടാ? അഖിൽ ടി ചെയ്തോ? എന്നാ ആൻസർ പറഞ്ഞ ബാക്കിയുള്ളതിന്റെ ഒക്കെ. 31ന്റെ ആൻസർ ഏതാ? ചെയ്താണെങ്കിൽ 31ന്റെ ആൻസർ ഏതാ? പെട്ടെന്ന് പറഞ്ഞേ. അഭിജിത്ത് പറയൂ. പിന്നെ അത് ചെയ്ത് DC ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്തിട്ട് വരാനല്ല പറഞ്ഞത്. ഇത് ചെയ്തിട്ട് ബാക്കിയുള്ളതല്ല DC ഒക്കെ ചെയ്യേണ്ടി. വേറെ ആരൊക്കെ ഉള്ളത് ഇവിടെ? ഇതിപ്പോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഒന്നും വന്ന് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ എല്ലാരും ചെയ്യാതെ ഇങ്ങനെ മുങ്ങി, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് മുങ്ങി നടക്കുകയായിരിക്കും. ഗൗരി ചെയ്തിട്ടുണ്ടാ? ഗൗരി EVB ചെയ്താണോ? മുങ്ങി അതിന്റെ ഇടയില്? ക്ലാസിന്റെ ഇടയിൽ മുങ്ങുന്നവരുണ്ട് അതിന്റെ ഇടക്ക്. ഗൗരി EVB ഉണ്ടോ? മുങ്ങി അതിന്റെ ഇടയില്? ചെയ്താണോ? മുങ്ങിന്നാണോ? ചെയ്തിട്ടില്ല. ചെയ്താണോ? 32ന്റെ ആൻസർ പറഞ്ഞ. 32 ഏതാ ആൻസർ കിട്ടി? 32 കിട്ടിയതാണോ? കിട്ടിയില്ല അപ്പൊ? ചെയ്തിട്ടില്ലേ അപ്പോ? എന്നാ ബാക്കിയുള്ളവരെ വെച്ച് കിട്ടാത്തൊന്ന് ഇപ്പൊ ചെയ്തവര് കിട്ടാത്തൊന്ന് പറഞ്ഞു. 40 വരെ ഏതെങ്കിലും, 40 57 വരെ ഏതെങ്കിലും ഒന്ന് കിട്ടാത്തന്നെ പറഞ്ഞു പെട്ടെന്ന്. 29th. ഓക്കെ, വേറെ ഏതാ? വേറെ ഏതാണ്ടോ? വേറെ ഏതും ഇല്ല. 29, 40, 39 വേറെ ഏതും ഇല്ല. ബാക്കിയൊക്കെ കിട്ടിയതാണ്. 45. ഓക്കെ, 45, 46, 45. ഓക്കെ, 46. പിന്നെ ഏതാ? 47 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ,
സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ AC ചെയ്യാം. കഴിഞ്ഞിട്ട് ഇന്ന് പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. സോ അതിന് സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, 5 മണി കഴിഞ്ഞു. സോ അടുത്ത് 29, a metal conductor of length 1 meter rotates vertically about one of its ends and angular velocity 5 radian per second. If the horizontal component of Earth's magnetic field is 0.2 into 10 raised to minus 4 Tesla, and the EMF induced between the ends of the conductor is. Okay. So ഇത് എർത്തിന്റെ മാഗ്നറ്റിസം ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് 2 കമ്പോണൻസ് ആക്കാം. വി ക്യാൻ മേക്ക് ദി കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു 2 കമ്പോണൻസ്. ഒന്ന് ഏതാണ്? ഒന്ന് വെർട്ടിക്കൽ കമ്പോണന്റ്, ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. സോ ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് ഇവിടെ എന്താവുന്നത്, റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാവുക. സോ നമുക്കൊരു എർത്തിന്റെ എർത്ത്സ് മാഗ്നറ്റിസം നമ്മൾ ഇതിനകത്ത് പഠിക്കും. ഇതിനകത്ത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് പഠിക്കും ഏതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ സംഭവം റൊട്ടേറ്റ് ചെയ്യുന്ന എന്താണ്, വെർട്ടിക്കൽ പ്ലെയിനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഇയാള് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഓക്കെ, സോ ഇയാൾ കട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ഈ ഹൊറിസോണ്ടൽ ഫീൽഡ് ലൈൻസിനെയാണ് ഇയാൾ കട്ട് ചെയ്യുന്നത്. ഫ്ലക്സിനെ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇൻഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ഇത് കാരണമാണ് എന്തുണ്ടാവുന്നത്, ഇവിടെ ഫ്ലക്സ് EMF ഉണ്ടാവുന്നതായിട്ട് എടുത്താൽ മതി. സോ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ വാട്ട് വിൽ ബി ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു ഹാഫ് ബി ഒമേഗ എൽ സ്ക്വയർ എന്ന് വരും അല്ലെ. ഹാഫ് ബി ഒമേഗ എൽ സ്ക്വയർ. ആ ബി എന്തെടുത്താൽ മതി, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് എടുത്താൽ മതി. ഓക്കെ, ഓൺലി ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ടു ബി ടേക്കൺ ഹിയർ. മറ്റേ കമ്പോണന്റ് തന്നിട്ടില്ല. മറ്റേ കമ്പോണന്റിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാലും ചില സിറ്റുവേഷനിൽ ഉണ്ടാവും, ചില സിറ്റുവേഷനിൽ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സപ്പോസ് ഈ റീജിയനിൽ ഇങ്ങനെയല്ലേ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഇങ്ങനെയാണ് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഹലോ, ഹലോ പറയുന്നു. മൊത്തം പ്രശ്നമാണല്ലോ.
second. ഹലോ, ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ എന്നാ കുഴപ്പമില്ല. സോ ഇവിടെ എർത്തിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. വെർട്ടിക്കൽ ഉണ്ടാക്കുന്ന ഇ എം എഫ് ഓരോ സിറ്റുവേഷനിലും ഓരോന്നായിരിക്കും. കാരണം അത് റോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കൊള്ളണം എന്നില്ല. ഓക്കെ, സോ അതിനെ പറ്റി തൽക്കാലം ഇവിടെ ബോധർ ചെയ്യണ്ട. അതിന്റെ നെറ്റ് എഫക്ട് 0 ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. ഹാഫ് ബി ഒമേഗ ഇൻറ്റു എൽ സ്ക്വയർ എന്ന് വരും. സോ അതിന്റെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ കമ്പൗണ്ട് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. സാധാ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ചോദിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ 39 ആണ്. The self-inductance of an air core solenoid of 100 turns is 1 mH. The self-inductance of another solenoid of 50 turns with the same length and cross-sectional area. So cross-sectional area same ആണ്, length same ആണ്, with a core having relative permeability of 500 is. Okay, അപ്പോൾ relative permeability എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതിനകത്ത് യൂസ് ചെയ്യാറുണ്ടല്ലോ, എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ, അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാറില്ലേ. എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, മ്യൂ ഇസ് ഈക്വൽ ടു എന്താണ്, മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ആണ്. വേർ മ്യൂ ആർ ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി. ഓക്കെ, റിലേറ്റീവ് പെർമിയബിലിറ്റി. നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, വെൻ വി കാൽക്കുലേറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂക്ക് പകരം മ്യൂ സീറോക്ക് പകരം എന്താണ് യൂസ് ചെയ്യേണ്ടത്, വി ഹാവ് ടു യൂസ് മ്യൂ സീറോക്ക് പകരം വി ഹാവ് ടു യൂസ് മ്യൂ. ഓക്കെ, മ്യൂ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ മ്യൂ ഇൻറ്റു എൻ സ്ക്വയർ എ ഇൻറ്റു ലെങ്ത്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിന്റെ ടേംസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി മ്യൂ ഇൻറ്റു എൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന്. മ്യൂ ഇൻറ്റു എൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എൽ. സോ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് മാറുന്നത് അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് മാറുന്നത്. ഇത് 500 ടൈംസ് ഉണ്ട് അല്ലെ, ദിസ് വിൽ ബി 500. സോ നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവം, 1 mH ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് ഇസ് മ്യൂ 0 ഇൻറ്റു 100 സ്ക്വയർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ലെങ്ത് ആയിരുന്നു. പുതിയത് എന്ന് പറയുന്നത് L2 എന്ന് പറയുന്നത് മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ. മ്യൂ ആർ എത്രയാണ് ഇവിടെ, 500 ആണ്, ഇൻറ്റു 100 സ്ക്വയർ അല്ല, ഇവിടെ 50 സ്ക്വയർ ഇൻറ്റു എ ഡിവൈഡ് ബൈ ലെങ്ത് ആണ്. സോ ബാക്കിയെല്ലാം സെയിം ആണ്. സോ L1 ബൈ L2 ഇസ് ഈക്വൽ ടു 100 സ്ക്വയർ ഡിവൈഡ് ബൈ 50 സ്ക്വയർ ഇൻറ്റു മ്യൂ ആർ. 100 സ്ക്വയർ ബൈ 50 സ്ക്വയർ എന്ന് പറയുമ്പോൾ മുകളിൽ ഒരു 4 വരും, ഇവിടെ എത്ര 500 ആണ്. So L2 is equal to 500 divided by 4 into L1. So this is 500 divided by 4 എന്ന് പറയുമ്പോൾ 125 വരും. It will be 125 into 1. Option A will be the answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. If the radius of the D's of cyclotron is R, then the kinetic energy of proton of mass m accelerated by the cyclotron at an oscillating frequency nu is. So kinetic energy of proton, the V അല്ല, the nu ആണ്. Nu is the frequency. Okay, nu ആണ് frequency എന്നുണ്ടെങ്കിൽ what will be the kinetic energy of the oscillating proton. ഞാൻ ഇത് പഠിപ്പിച്ചതായിരുന്നു, ഇത് സൈക്ലോട്രോൺ പഠിപ്പിച്ചതല്ലേ. സൈക്ലോട്രോണിന്റെ കേസിൽ എന്തുണ്ടാവും, we have 2 D's, 2 D's ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ ഒരു ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. പിന്നെ ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡും ഈ റീജിയനിൽ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഒരു ചാർജഡ് പാർട്ടിക്കിൾ നമ്മൾ പ്ലേസ് ചെയ്യും. ഈ പ്ലേസ് ചാർജഡ് പാർട്ടിക്കിൾ സംവെർ ഹിയർ.
അതെന്ത് ചെയ്യും? ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്യും. പിന്നെ അതുണ്ടാവും എന്താണ്? ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ വരും. അത് ഇവിടെ എത്തുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പിന്നെയും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് എന്താവും? അയാൾ ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യും. അയാളുടെ സ്പീഡ് കൂടിയിട്ടുണ്ടാവും. അയാൾ പിന്നെ അപ്പൊ അയാളുടെ റേഡിയസ് കൂടും അല്ലെ? റേഡിയസ് ഇസ് ഈക്വൽ ടു mv/qb ആണ്. അയാളുടെ സ്പീഡ് കൂടുന്നതുകൊണ്ട് എന്ത് ചെയ്യും? അയാളുടെ റേഡിയസ് കൂടും. അപ്പൊ പുതിയൊരു സെമി സർക്കിള് വലിയ സെമി സർക്കിൾ ആവും. പിന്നെ അങ്ങനെ പോവും. പിന്നെയും കൂടും, പിന്നെയും കൂടും, പിന്നെയും കൂടും. അങ്ങനെ അവസാനം ഏകദേശം ഇതിന്റെ റേഡിയസിനോളം ഡിയുടെ സെയിം റേഡിയസ് എത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോൾ ഉണ്ടാവും. there will be some hole somewhere here. Some hole somewhere here. So ഇതിലൂടെ എന്ത് ചെയ്യും? ഇയാള് ലീവ് ചെയ്യും. ഈ ആരാണോ ഇയാള് ലീവ് ചെയ്യും. So ഇയാള് ലീവ് ചെയ്യുന്ന റേഡിയസ് that will be almost equal to that radius will be almost equal to what? The radius of the cyclotron. Cyclotronന്റെ റേഡിയസിന് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ. സോ നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി? വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് എന്തൊക്കെയാണ് ചോദിച്ചത്? ഇൻ ടേംസ് ഓഫ് മാസ്, ഫ്രീക്വൻസി ആൻഡ് റേഡിയസ് ആണ് ചോദിച്ചത്. മാസ്, ഫ്രീക്വൻസി ആൻഡ് റേഡിയസ് ആണ് ചോദിച്ചത്. ഓക്കെ. സോ നമുക്ക് ഇതിനെ പല രീതിയിൽ എഴുതാൻ പറ്റും. ഇതിനകത്ത് ടൈം പീരീഡ് എന്തായിരുന്നു? ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടൈം പീരീഡ് വാസ് 2πr/v. നമുക്ക് കിട്ടുന്നത് 2πm/qb എന്നാണ് ടൈം പീരീഡ് വരെ. 2πm/qb ആണ് ടൈം പീരീഡ്. ഓക്കെ. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പിന്നെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനകത്ത് ഈ m/qb മുകളിലും ഉണ്ട്, താഴെയുണ്ട്. ഈ m/qb എന്ന് പറയുന്ന സംഭവം എന്താ? t/2π അല്ലേ? t/2π ആണ് എന്ത്? m/qb എന്ന് പറയുന്നത്. m/qb എന്ന് പറഞ്ഞാൽ ശരിക്ക് qb/m ആണ് ഒമേഗ. 2π/t is qb/m. Okay, that is 2πf അല്ലേ? 2π/t എന്ന് പറയുന്നത് 2πf ആണ്. സോ റേഡിയസിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ mv/qb ആണ്. ഇതിനകത്ത് m/qb എന്ത് എഴുതാം? 2πf എന്ന് എഴുതാം. 2πf എന്ന് എഴുതാൻ പറ്റും. m/qb is 2πf. So what is the velocity here? What is the velocity here? ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ. പല രീതിയിൽ നമുക്ക് എഴുതാം. ഇതൊന്നും ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം. ഇതൊന്നും ഇല്ലാതെ സാധാരണ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വെച്ചും ഈ സംഭവം ഡിറൈവ് ചെയ്യാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. ഇത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇതിലോട്ട് എന്റെ മനസ്സ് പെട്ടെന്ന് ഇതിലോട്ട് പോയതാണ്. സോ റേഡിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? വെലോസിറ്റി ഈസ് ഈക്വൽ ടു പറഞ്ഞേ r/2πf ആണോ? r/2πf ആണോ വെലോസിറ്റി? അതോ 2πf into r ആണോ? 2πf into r അല്ലേ? mv/qb. ഓക്കെ. m/qb എന്ന് പറയുന്നത് 1/2πf ആണ്. 1/2πf ആണ്. m/qb അല്ലെ? m/qb പറഞ്ഞാൽ t/2π ആണ്. ദാറ്റ് ഈസ് 1/2πf ആണ്. ഓക്കെ. സോ qb/m ആണ് 2πf എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് r into 2πf എന്ന് വരും. ഇതിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് ഈ സംഭവത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഏതിന്റെ? ഈ ഞാൻ പറഞ്ഞ ഡെറിവേഷന്റെ ഒന്നും ആവശ്യമില്ല ഇതിന്. ഈ 2πf എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് ദിസ് 2πf? 2π into ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? 2π/ടൈം പീരീഡ്. അല്ലെങ്കിൽ 2π ആണ്. 2π/ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ആംഗുലാർ വെലോസിറ്റി അല്ലേ? ആംഗുലാർ വെലോസിറ്റി. സോ v equal to r omega എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഡിറൈവ് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ എത്തിച്ചാണ്. ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോകാം, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. ബേസിക്കലി ഇതെന്താണ്? v equal to r omega, where omega is equal to 2π into frequency. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. ഇനി വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു വി എന്താണ്? r into 2πf the whole square. So this is
half mr square f square into 4 pi square. So അതുപോലെ 2 വരും. 2. So 2 pi square mr square f square. ഇതിനകത്ത് ഫ്രീക്വൻസി ന്യൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്. 2 pi square mr square ന്യൂ സ്ക്വയർ. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എങ്ങനെ വേണമെങ്കിലും ഡിറൈവ് ചെയ്യാം കേട്ടോ, ഇങ്ങനെ തന്നെ ഒന്നുമില്ല. ചിലപ്പോൾ വേറെ ഡെറിവേഷൻസും ഉണ്ടാവാം. വേറെ ഡെറിവേഷൻ എന്തായിരുന്നു? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2m എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, സോ അതിനകത്തും റീഅറേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം അല്ലെ. ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2m എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഫ്രീക്വൻസിനെ കൊണ്ടുവരാനാണ് നമ്മുടെ ആവശ്യം. സോ ക്യൂ ബി ബൈ എം ആണ് നമ്മുടെ ഒമേഗ 2 പൈ എഫ് എന്ന് പറയുന്നത്. സോ ക്യൂ ബി എന്ന് പറയുന്ന സംഭവം എന്താണ്? എം ഇൻറ്റു 2 പൈ എഫ്. ക്യൂ ബി എന്ന് പറയുന്ന സംഭവം എം ഇൻറ്റു 2 പൈ എഫ് ആണ്. എം ബൈ ക്യൂ ബി മനസ്സിലായി? 2 പൈ എം ബൈ ക്യൂ ബി ആണ് ടൈം പീരീഡ്. അതിനകത്ത് റെസിപ്രോക്കൽ എടുത്തിട്ട് 2 പൈനെ അങ്ങോട്ട് കൊണ്ടുപോയി 2 പൈ എഫ് നോക്കാം. സോ ആ സംഭവം ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഒക്കെ ആൻസർ സെയിം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഐ ക്യാൻ ഡു എനിവേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 46. A conducting ring of radius 1 meter kept in a uniform magnetic field B of 0.01 Tesla rotates uniformly with the angular velocity of 100 radian per second. Its axis of rotation is, so again നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ ചെയ്തില്ലേ, NBA ഒമേഗ എന്നുള്ള ഫോമിലോട്ട് വരും. വേർ n is the number of turns, കോസ് ഒമേഗ ടി എന്ന് എഴുതിയിട്ട് സൈൻ ഒമേഗ ടി എന്നോ എന്തെങ്കിലും എഴുതിയിട്ട് NBA കോസ് തീറ്റ, ആ കോസ് തീറ്റനെ ഒമേഗ ടി എന്ന് എഴുതിയിട്ട് മാക്സിമം വാല്യൂ NBA ഒമേഗ എന്ന് വരും. സോ എന്നിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് എത്രയാ? ഒരു ടേൺ മാത്രമേ ഉള്ളൂ. ഒരു സർക്കുലർ കണ്ടക്ടിങ് റിംഗ് ആണ്. സോ n is 1, B is given, area we can find out, radius is given, omega is given 100 radian per second. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഇനി വേറെ ഏതുണ്ടോ? വേറെ ഒന്നുമില്ലല്ലോ. വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കും. ഓക്കെ, അത് നമുക്ക് അടുത്ത ചാപ്റ്റർ ഡിസ്കഷനിലോട്ട് പോവാം. എ സി എന്ന് പറയുന്ന ചാപ്റ്റർ. എ സി വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. An AC source is of 200 by root 2 volt എന്ന് പറഞ്ഞാൽ അതെന്ത് വാല്യൂ? That value is 200 by root 2 പറയുമ്പോൾ that is RMS അല്ലേ? RMS ആണ് 50 Hz. The value of voltage after 1 by 100 seconds from the start is, അപ്പൊ ഇതിപ്പോ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇനീഷ്യൽ വാല്യൂ നമ്മൾ V0 സൈൻ ഒമേഗ ടി സാധാരണ അതല്ലേ യൂസ് ചെയ്യാം. സോ അങ്ങനത്തെ കേസ് എന്ത് ചൂസ് ചെയ്താൽ മതി? സൈൻ ഒമേഗ ടി തന്നെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ്. V equal to V0 സൈൻ ഒമേഗ ടി. സോ V0 എന്ന് പറയുന്നത് എന്താ? root 2 times VRMS ആണ്. That will be 200 volts. Okay. Now omega എത്രയാണ്? QC ആണ്. ഫ്രീക്വൻസി എത്രയാണ്? 50 ആണ്. So it will be 100 pi. Substitute ചെയ്താൽ മതി. So this is 200 into VRMS എന്ന് പറയുന്നത് V0 by root 2 ആണ്. So അതിനെ അങ്ങോട്ട് തിരിച്ചു എഴുതി. This will be 200 into sin ഒമേഗ എന്ന് പറയുന്നത് 100 pi, ടൈം എന്ന് പറയുന്നത് 1 by 600. So pi by 6. Pi by 6 is sin pi by 6. 200 sin pi by 6. How much is pi by 6? 1 by 2. So 200 into 1 by 2, 100 volts. 100 volts എന്ന് വരും ആൻസർ. അടുത്തത്, the amplitude of alternating voltage is 120 volts. What will be its RMS value? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? വളരെ സിമ്പിൾ. 120 by root 2 എന്ന് വരും അല്ലെ? 120 by root 2, 1 by root 2 നെ 0.7 എന്ന് എഴുതാം. 0.707. So 120 into 0.707 അല്ലെങ്കിൽ 12 into 7.
120 into 0.7 ചെയ്യുന്നതിന് 12 into 7 അടുത്ത് വരും. So option A will be the answer. Okay. 12 into 7, 84. Now the reactance of a capacitor of 1 by pi farad at 50 hertz is. So what is the reactance of a capacitance? X is equal to 1 by C omega. That is 1 by pi into frequency 50 ആണ്. So omega will be 100 pi. Okay, 100 pi. So pi will go. So it is 1 by 100, 10 raised to minus 2 ohm. Okay, 10 raised to minus 2 ohm. Now in a circuit, a resistance of R ohm is connected in series with an inductance of L. If the phase angle between the voltage and current is 45 degree, the value of inductive reactance will be. The value of inductive reactance. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ആ ഇമ്പിഡൻസ് ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്താ ഉള്ളത്? ഇങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഈസ് ലൈക്ക് ദിസ്. LC സർക്യൂട്ട് ആണ്, LCR സർക്യൂട്ട് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എയ്തർ XL മൈനസ് XC ഓർ XC മൈനസ് XL. ഏതാണോ കൂടുതൽ അതിനനുസരിച്ച്. പിന്നെ ഇതാണ് വരും. ഓക്കെ, അപ്പോ phi is equal to, അപ്പൊ tan phi യുടെ ഇക്വേഷൻ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാം. XL മൈനസ് XC ബൈ R. ഇതിനകത്ത് ഇൻഡക്റ്റൻസും ഏത് മാത്രമേ ഉള്ളൂ? ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും മാത്രമേ ഉള്ളൂ. സോ XC എന്ന് പറയുന്ന ടേം ഇല്ല, അത് 0 ആണ്. So tan phi is equal to XL by R എന്ന് വരും. Okay, tan phi is equal to XL by R. So phi എത്രയാണ്? 45 ഡിഗ്രി ആണ്. So tan 45 degree is equal to XL by R. This is 1. So XL is equal to എത്രയാണ്? R തന്നെയാണ്. So inductive reactance എന്താ പറയുന്നത്? എത്രയാണ്? The inductive reactance is R itself. Inductive reactance R തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, a 50 hertz AC source of 20 volt is connected across RC as shown. The voltage across R is 12 volts. What is the voltage across C? C ക്ക് across ഉള്ള വോൾട്ടേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ തന്നിട്ടുള്ള ഈ 12 വോൾട്ട് എന്ത് വാല്യൂ ആ? ഈ 12 വോൾട്ട് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണോ? മാക്സിമം വാല്യൂ ആണോ? അല്ല. അതേതാണ്? That is the RMS value. That is RMS. So this is RMS. VRMS of source is 20 volts. 20 volts ആണ് സോഴ്സിന്റെ വോൾട്ടേജ്. സോ RMS വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അഗൈൻ നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ പോലെ VR ഇങ്ങനെ വരക്കും, VL മൈനസ് VC ഇങ്ങനെ വരക്കും. ഇതിനകത്തൊക്കെ എടുക്കുന്ന വാല്യൂസ് ഏതാ? RMS അല്ലെങ്കിൽ പീക്ക് ചൂസ് ചെയ്യാം. RMS ഓർ പീക്ക് വാല്യൂ രണ്ടെടുത്താലും എടുക്കുമ്പോൾ എല്ലാം പീക്ക് എടുക്കണം, അല്ലെങ്കിൽ എല്ലാം RMS എടുക്കണം. ഓക്കെ, so this will be the RMS value of the source. ഇതാണ് സോഴ്സിന്റെ റിസൾട്ടന്റ് RMS വാല്യൂ വരും. ഇവിടെ again VL 0 ആണ്. so VL minus VC or VC minus VL, again depending on the which one is more, ഏതാണ് കൂടുതൽ എന്നുള്ളതിനനുസരിച്ച് എന്ത് ചെയ്യും? VL minus VC or VC minus VL എടുക്കാം. So ഈ കേസിൽ സോഴ്സിന്റെ VRMS, the VRMS of source, that is given by root of VL square, sorry VL ഇവിടെ ഇല്ല, VR square plus VC square, അല്ലെങ്കിൽ VC minus VL the whole square ആണ്. അതിനകത്ത് ചൂസ് ചെയ്യുമ്പോൾ ഏതാണ്? RMS values തന്നെ ചൂസ് ചെയ്യും. So this is 20 square is equal to VR square 12 square plus VC square. Okay, so this will be VC square is equal to 256, VC is equal to 16 volts. 16 volts എന്ന് വരും. തന്നിട്ടുള്ള RMS ആണെങ്കിലും പീക്ക് ആണെങ്കിലും ആണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, RMS ആണെങ്കിലും പീക്ക് ആണെങ്കിലും ആണ് നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യേണ്ടത്. ഇൻസ്റ്റന്റേനിയസ് ആണ് തന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ക്വസ്റ്റ്യനില് സെയിം ക്വസ്റ്റ്യനില് അവർ തരാണ് ഈ 20 വോൾട്ട് ഇൻസ്റ്റന്റേനിയസ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് V equal to V0 sin omega t എന്നാണല്ലോ നമ്മൾ എഴുതുക. അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമില് വോൾട്ടേജ് 20 വോൾട്ട് ആണ്. അപ്പൊ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 12 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഏതാ ആൻസർ? ഏതാണ് ആൻസർ? ഒരു ഇൻസ്റ്റന്റില് ഇൻസ്റ്റന്റേനിയസ് ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദി റിമൈനിങ് വോൾട്ടേജ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? സമ്മ് തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദി സം ഇറ്റ്സെൽഫ്. ഓക്കെ, എത്രയാണോ വാല്യൂസ്
ആ സമ്മ് തന്നെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളത്. ഇൻസ്റ്റന്റേനിയസ് ചോദിക്കുമ്പോൾ സമ്മ് തന്നെയാണ്. RMS എടുക്കുമ്പോഴും പീക്ക് വാല്യൂ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഫേസർ ഡയഗ്രാം വരച്ചിട്ടുള്ള സംഗതികൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. A capacitor of 2 microfarad is charged to a potential difference of 12 volts. It is then connected across an inductor of 0.6 millihenry. What is the current in the circuit at a time? Potential difference across the capacitor is 6 volts. 6 volts. ഈ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നോ 6? ഇത് ഏതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? ഇത് ഏത് ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? From which topic is this question? നമ്പർ 6 ഏത് ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യനാ? ടോപ്പിക് പറഞ്ഞാൽ മതി. ഏതാണ് ടോപ്പിക്? എന്താണ് ഇത്? ഒരു ടോപ്പിക് ചോദിച്ചിട്ട് പോലും ആർക്കും അറിയില്ലേ? ഒരു കപ്പാസിറ്റർ ആദ്യം നമ്മൾ 12 വോൾട്ടിൽ ചാർജ് ചെയ്തു, പിന്നെ അതൊരു ഇൻഡക്ടറിന് അക്രോസ് കണക്ട് ചെയ്തു. ഇത് ഏതാണ് ടോപ്പിക് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ? ആർക്കും അറിയില്ല? ഇത് ഏത് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യനാ? ഈ ചാപ്റ്ററിലാണോ ഞാൻ ഈ സംഭവം പഠിപ്പിച്ചത്? AC-യിലാണോ ഈ സംഗതി പഠിപ്പിച്ചത്? ഒരൊറ്റ ആർക്കും അറിയില്ല ക്ലാസ്സിൽ. DKF കറണ്ട് ആണോ? ഇൻഡക്ടറിലൂടെയാണോ LR സർക്യൂട്ട് പഠിപ്പിച്ചത്? DKF കറണ്ട്. ഇവിടെ ആരൊക്കെയാ സർക്യൂട്ടിലുള്ള? ആരൊക്കെയാ? കപ്പാസിറ്ററും ഇൻഡക്ടറും മാത്രം. ഇത് പഠിപ്പിച്ചത് LC ഓസിലേഷനിലാണ് അല്ലെ? LC ഓസിലേഷൻ എന്ന് പറയുന്ന ഏരിയ. ആദ്യം കപ്പാസിറ്റർ ചാർജ് ചെയ്യും, എന്നിട്ട് അതിനെ ഒരു ഇൻഡക്ടറിനെ അക്രോസ് കണക്ട് ചെയ്യും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ആ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരുന്ന എനർജി മൊത്തം ഇൻഡക്ടറിലോട്ട് പോകും അല്ലെ? പിന്നെ ഇൻഡക്ടറിൽ മാക്സിമം കറണ്ട് ആവും. പിന്നെ എന്ത് ചെയ്യും? ഇൻഡക്ടറിലെ കറണ്ട് കുറഞ്ഞു വന്ന് കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. കറണ്ടും ഏതും ഓസിലേറ്റ് ചെയ്യും അവിടെ. കറണ്ടും ചാർജ് ഓൺ ദി കപ്പാസിറ്ററും ഓസിലേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ LC ഓസിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് പഠിപ്പിച്ചത്. സോ ആദ്യം ഈ കപ്പാസിറ്ററിനെ നമ്മൾ ചാർജ് ചെയ്തു. ഇനീഷ്യലി V0 കപ്പാസിറ്ററിനെ ചാർജ് ചെയ്ത് 12 വോൾട്ടിന് അക്രോസ് ആണ്. ഓക്കെ, 12 വോൾട്ടിന് അക്രോസ് ഇനീഷ്യലി കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? കപ്പാസിറ്ററിനെ എന്ത് ചെയ്തു? ഇൻഡക്ടറിനെ അക്രോസ് കണക്ട് ചെയ്തു. ഇൻഡക്ടറിനെ അക്രോസ് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? കറണ്ട് അല്ലെങ്കിൽ കപ്പാസിറ്റർ ഇനീഷ്യലി ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിനെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞു വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലുള്ള സ്റ്റോർ ചെയ്യുന്ന ചാർജ് കുറഞ്ഞു വരും. ആ ചാർജ് കുറയുമ്പോൾ അവിടെ എനർജി കുറയുന്നുണ്ട്. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കുറയുന്നുണ്ട്. ആ എനർജി ഇൻഡക്ടറിൽ ഹാഫ് Li സ്ക്വയർ ആണ് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി. അത് കൂടണം. സോ അങ്ങനെ കൂടണമെന്നുണ്ടെങ്കിൽ കറണ്ട് കൂടണം. ചാർജ് കുറയുമ്പോൾ കറണ്ട് കൂടും, കറണ്ട് കൂടുമ്പോൾ ചാർജ് കുറയും, അല്ലെങ്കിൽ കറണ്ട് കുറയുമ്പോൾ ചാർജ് കൂടും. അങ്ങനെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, സോ ഹിയർ എനർജി കൺസർവേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഹാവ് ടോട്ട് യു എനർജി കൺസർവേഷൻ. സോ എനർജി കൺസർവേഷൻ എന്താണെന്ന് വെച്ചാൽ ഹാഫ് CV സ്ക്വയർ പ്ലസ് ഹാഫ് Li സ്ക്വയർ. ഇത് ഹാഫ് CV സ്ക്വയർ അല്ലെങ്കിൽ Q സ്ക്വയർ ബൈ 2C, അതല്ലെങ്കിൽ വേറെ ഏതാണ്? വേറെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ടല്ലോ, Q സ്ക്വയർ ബൈ 2C അതല്ലെങ്കിൽ ഹാഫ് CV സ്ക്വയറോ അല്ലെങ്കിൽ ഹാഫ് QBയോ, ഏത് ഇക്വേഷനും. ഓക്കെ, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി പ്ലസ് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി ഹാഫ് Li സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എപ്പോഴാണ്? ഒരു ഇൻസ്റ്റന്റിൽ കറണ്ട് 0 ആണെങ്കിൽ അപ്പൊ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി മാക്സ്. ഇഫ് I is 0, V will be maximum. So that is half CV0 square, where V0 is the maximum potential difference across the capacitor, or is equal to half Li0 square, where I0 is the maximum current. Okay, so ഒരു particular instantil current 0 ആയി വിചാരിച്ചു. If I becomes 0, potential charge on the capacitor becomes maximum. I 0 ആണെന്നുണ്ടെങ്കിൽ if this I becomes 0, ഈ I 0 ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ഹാഫ് CV സ്ക്വയർ മാക്സിമം ആണ്. ആ മാക്സിമം വാല്യൂ ആണ് ഹാഫ് CV0 സ്ക്വയർ. ഓക്കെ, അതേപോലെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ ഈ ടേം ഹാഫ് CV സ്ക്വയർ 0 ആണെങ്കിൽ I മാക്സിമം ആണ്.
It has to be equal to half Li0 square. Okay, ഇതാണ് ഞാൻ പഠിപ്പിച്ച energy conservation in the case of ഏതാ in the case of LC oscillations. ഇത് ഏതുപോലെ തന്നെയാണ് potential energy plus kinetic energy is a constant എന്ന് പറയുന്ന പോലെ തന്നെയാണ്. Okay, ഓസിലേഷൻസിലൊക്കെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പോ കൈനറ്റിക് എനർജി മാക്സിമം ആവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിരിക്കും. അതേപോലെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുമ്പോൾ കൈനറ്റിക് എനർജി സീറോ ആയിരിക്കും. ബാക്കിയുള്ള റീജിയനിൽ രണ്ടിന്റെയും കൂടി സം എന്തായിരിക്കും? ദാറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഈക്വൽ ടു മാക്സിമം പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു മാക്സിമം കൈനറ്റിക് എനർജി. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള സംഭവം. സോ ഇതിന്റെ ആൻസർ പറഞ്ഞ ഈ സ്റ്റെപ്പ് പറഞ്ഞേ. അപ്പൊ ഇതിനകത്ത് V0ന്റെ വാല്യൂ നമുക്ക് അറിയാം 12 ആണ്. Its value is 12. അല്ലെ, V0ന്റെ വാല്യൂ 12 ആണ്. നമ്മളോട് ചോദിച്ചത് വിയുടെ വാല്യൂ 6 ആവുമ്പോൾ കറണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്തേ. And the value of V is 6. What is the value of current I? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണ് ചെയ്യുക. അത് അറിയാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. സോ 2 മൈക്രോഫാരഡും 0.6 mH ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 2 into 10 raised to minus 6 into 6 square. വിയുടെ വാല്യൂ 6 ആവുമ്പോൾ പ്ലസ് ഹാഫ് ഇൻറ്റു 0.6 into I square. 0.6 mH ആണ് അല്ലെ, 0.6 mH. സോ 0.6 into 10 raised to minus 3 has to be equal to ഇവിടെ ഹാഫ് CV square ആണ് നിൽക്കുന്നത്. ഹാഫ് ഇൻറ്റു 2 into 10 raised to minus 6 into 12 square എന്ന് വരും. 12 square. സോ എല്ലായിടത്തും 2 ഒഴിവാക്കാം. സോ ഇത് അങ്ങോട്ട് പോയാൽ 2 into 6 square, 12 square 6 square കുറച്ചാൽ 108 വരും. പിന്നെ 2 ഉണ്ട്. സോ ഇറ്റ് ഈസ് 216 into 10 raised to minus 6 വരും തോന്നുന്നു. Equal to 0.6 I square. So 216ഉം 6ഉം കുറച്ചാല് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? 216ഉം 6ഉം 72 36 360 ആണോ? (360 into 10 raised to minus 3 വരും. സോ ഇവിടെ ഒരു 10 raised to minus 3 ആയിട്ട് മാറും. So 36 into 10 raised to minus 4 എന്ന് വരും I square. So I is equal to 6 into 10 raised to minus 2. I is equal to 6 into 10 raised to minus 2. Minus 2 അല്ലേ? അയ്യോ, sorry. 36 into 10 raised to minus 4 അല്ല, 36 into 10 raised to minus 2 ആണ്. Okay, 36 into 10 raised to minus 4 അല്ല, ഈ 360യുടെ 0 ഇവിടെ കൊടുക്കുമ്പോൾ 10 raised to minus 2 ആണ് ആവേണ്ടത്. I is equal to 6 into 10 raised to minus 1 എന്ന് വരും. 0.6 ampere. 0.6 ampere. So option A ആണ് ആൻസർ. Option A will be the answer. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. In the circuit shown in figure, what will be the reading of the voltmeter? പെട്ടെന്ന് പറഞ്ഞ ഇത് ഏതാ സിറ്റുവേഷൻ? എന്താണ് സിറ്റുവേഷൻ? ക്വസ്റ്റ്യൻ നമ്പർ 7. What is the situation here? Resonance condition അല്ലെ? റെസൊണൻസ് കണ്ടീഷൻ. അപ്പൊ ഞാൻ നേരത്തെ വരച്ച ഇതിനകത്ത് റെസൊണൻസ് കണ്ടീഷൻ ആകുമ്പോൾ VL-ഉം VC-യും ഈക്വൽ ആവും. ഈ സംഭവം ക്യാൻസൽ ചെയ്ത് പോകും. ഈ സംഗതി ക്യാൻസൽ ചെയ്ത് പോകും. ഇത് ഈ സംഗതി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? VL മൈനസ് VC എന്തൊന്ന് സ്ലോ ആണല്ലോ ഭയങ്കരമായിട്ട്. ഞാൻ ഇവിടെ കാണിച്ച് കുറെ കഴിഞ്ഞിട്ട് സ്ക്രീനിൽ കാണണം. VL മൈനസ് VC എന്ന് പറയുന്നത് 0 ആണ്. സോഴ്സിന് അക്രോസ് ഉള്ള ഫുൾ വോൾട്ടേജ് മാർക്ക് അക്രോസ് തന്നെ ആയിരിക്കും, റെസിസ്റ്ററിന് അക്രോസ് തന്നെ ആയിരിക്കും. ബാക്കി രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. The other two will cancel each other. Okay, the other two will cancel each other. സോഴ്സിന്റെ ഫുൾ വോൾട്ടേജും ആർക്ക് അക്രോസ് തന്നെയാണ്, റെസിസ്റ്ററിന് അക്രോസ് തന്നെയാണ്. സോ വാട്ട് വിൽ ബി ദി ആൻസർ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട്.
Option C will be the answer. Now, അടുത്ത question number 8. In a series LCR circuit, the voltage across resistor, capacitors, and inductance is 10 volt each. If the capacitance is short circuited, the voltage across the inductance will be. The capacitance is short circuited, the voltage across the inductance will be. RMS ആണ് ചോദിച്ചത്. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ RMS വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇനീഷ്യലി തന്നിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ഇനീഷ്യലി തന്നിട്ടുള്ള സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷൻ ആണ്? ഇനീഷ്യലി നമുക്കൊരു LCR സർക്യൂട്ട് ഉണ്ട്. വി ഹാവ് എൻ LCR സർക്യൂട്ട്. We have an LCR circuit. Okay. So, ആ കേസിൽ RMS വോൾട്ടേജിന് അക്രോസ് 10 വോൾട്ട്, ഇതിന് അക്രോസും 10 വോൾട്ട്, ഇതിന് അക്രോസും 10 വോൾട്ട്. 10 വോൾട്ട്. അപ്പൊ ഇത് ഏതാ സിറ്റുവേഷൻ? റെസൊണൻസ് സിറ്റുവേഷൻ ആണ്. റെസൊണൻസ് സിറ്റുവേഷൻ ആണ് അല്ലെ? സിറ്റുവേഷൻ. ഓ, സോ വാട്ട് ഇസ് ദി വോൾട്ടേജ് ഓഫ് ദി സോഴ്സ്? സോഴ്സിന്റെ വോൾട്ടേജ് എന്താ? സോഴ്സിന്റെ വോൾട്ടേജ് 10 ആണ്. റെസിസ്റ്ററിന് അക്രോസ് ഉള്ള സെയിം വോൾട്ടേജ് തന്നെയാണ് സോഴ്സിന് അക്രോസ് ഉണ്ടാവുക അറ്റ് റെസൊണൻസ് കണ്ടീഷൻ. ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്തു? അപ്പോ ഇതിനകത്ത് VRMS അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുന്നത് എന്താ? IRMS ഇൻറ്റു XL ആണ്. IRMS ഇൻറ്റു XL ആണ് VRMS അക്രോസ് ഇൻഡക്ടർ. ദാറ്റ് ഈസ് 10 വോൾട്ട്. VRMS അക്രോസ് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള RMS വാല്യൂ, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള RMS വാല്യൂ എന്ന് പറയുന്നത് IRMS ഇൻറ്റു XC ആണ്. ദാറ്റ് ഈസ് ആൾസോ 10 വോൾട്ട്. അത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് XL ഈക്വൽ ടു XC ആണ്. സിസ്റ്റം റെസൊണൻസിലാണ്. ഇൻഡക്ടർ റെസിസ്റ്ററിന് അക്രോസ് ഉള്ളത് എന്താണ്? VRMS അക്രോസ് റെസിസ്റ്റർ ഈസ് IRMS ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഏതിന് അക്രോസ് ഉള്ള RMS എന്താണെന്ന് ചോദിച്ചാല് അതിലൂടെയുള്ള കറണ്ട് ഇൻറ്റു അതിലൂടെയുള്ള RMS കറണ്ട് ഇൻറ്റു അതിന്റെ റിയാക്ടൻസ്. റെസിസ്റ്റൻസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് ആവും, കപ്പാസിറ്ററോ മറ്റേതോ ആണെങ്കിൽ അതിന്റെ റിയാക്ടൻസ്. ദാറ്റ് ഈസ് ആൾസോ 10 വോൾട്ട്. അത് 10 വോൾട്ട് ആണ് നമുക്ക് കിട്ടി. സോ ഇതിനകത്ത് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? XL ഈസ് ഈക്വൽ ടു XC ഈസ് ഈക്വൽ ടു XL ഈസ് ഈക്വൽ ടു XC ഈക്വൽ ടു R ആണ്. അത് ആറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സർക്യൂട്ട് വരയ്ക്കണം. അടുത്ത സർക്യൂട്ടിൽ ആരെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു? കപ്പാസിറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. കപ്പാസിറ്ററിനെ ഒഴിവാക്കി, അല്ലെങ്കിൽ ഇതിനെ അക്രോസ് ഒരു റെസിസ്റ്റൻസ്ലെസ് വയർ കണക്ട് ചെയ്തു. അപ്പൊ കപ്പാസിറ്ററിലൂടെ അതൊരു ഇൻഡക്ട് ഇത് ഓഫർ ചെയ്യുന്നതുകൊണ്ട് അതിനെ അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. കപ്പാസിറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ആ സംഭവത്തിന് ഒഴിവാക്കി ഷോർട്ട് സർക്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇത് L വരും, ഇത് R മാത്രം. ഇതിന്റെ വോൾട്ടേജ് 10 ആണ്. സോഴ്സിന്റെ വോൾട്ടേജ് 10 ആണ്. സോ ഇവിടെ VLRMS എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? IRMS. ഇവിടുത്തെ IRMS ഇൻറ്റു XL. VRRMS എന്ന് പറയുന്നത് ഇവിടുത്തെ IRMS ഇൻറ്റു R എന്ന് വരും. ഈ ആറും XL-ഉം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? VLRMS is equal to VRRMS എന്നാണ്. ആറും XL-ഉം ഈക്വൽ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആയിരിക്കും എന്ന് മാത്രം. their magnitudes will be same. ഇനി പറഞ്ഞു, അപ്പൊ നമ്മൾ ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇത് VR ഉണ്ടാവും, VRRMS ഉണ്ടാവും, ഇത് VLRMS ഉണ്ടാവും. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് XL ഈക്വൽ ടു R ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് ദി സോഴ്സ്. ഇതാണ് സോഴ്സിന്റെ RMS എന്ന് പറയുന്നത്. സോ സോഴ്സിന്റെ RMSന്റെ ഇക്വേഷൻ ഫോർ ദി RMS വാല്യൂ ഓഫ് സോഴ്സ് നിങ്ങൾ പെട്ടെന്ന് ചെയ്ത എന്റെ ഐപാഡ് പെൻസിലിലെ മഷി കഴിഞ്ഞു, മഷിയല്ല ചാർജ് കഴിഞ്ഞു. ആൻസർ പറഞ്ഞ പെട്ടെന്ന്. അത് 10 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്ററിന് അക്രോസും ഇൻഡക്ടറിന് അക്രോസും എത്ര ഉണ്ടാവും? പെട്ടെന്ന് പറഞ്ഞു.
Okay. You. Okay. Adrian. VRMS is equal to VR square plus VL RMS square. The random equal. So this is 2 times VL RMS square is equal to 10 in the way. So VL RMS is equal to the root 2 10 by root 2. 10 by root 2 volts. So this question resonance inductive reactance, capacitive reactance, resistance, all same. That's why 3 across same. And the cancel the capacitor across inductor across. Baki 10 volt source and the resistor across. Okay. That is that question. So answer will be C. Option C will be the answer. Now the question, a condenser of capacitance, condenser capacitor basically, is 2.4 microfarad is used in a transmitter to transmit lambda wavelength. If the inductance is 10 raised to -8 Henry used for resonance circuit, then the value of lambda is. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്നൊന്നും വിചാരിക്കില്ല. ഇതെന്താണ്? സിറ്റുവേഷൻ റെസൊണൻസ് ആണ്. റെസൊണൻസിലാവുക എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിന്റെ ഫ്രീക്വൻസിയും ഏത് സിറ്റുവേഷനും റെസൊണൻസ് ആവുക എന്ന് പറഞ്ഞാൽ 2 ഫ്രീക്വൻസീസ് ഉണ്ടാവും. ആ ഫ്രീക്വൻസിയും സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി നമ്മുടെ സിസ്റ്റത്തിന്റെ ഫ്രീക്വൻസിയും സെയിം ആവുമ്പോഴാണ് എന്താവുക? റെസൊണൻസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് റെസൊണൻസ് സിറ്റുവേഷൻ. സോ അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഇൻഡക്ടർ LC സർക്യൂട്ടോ LC ഓസിലേഷനോ RLC സർക്യൂട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ നമുക്കൊരു കപ്പാസിറ്ററും ഉണ്ട് ഇൻഡക്ടറും ഉണ്ട്. അപ്പൊ അതിന്റെ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം 1/2π√LC ആണ്. റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ 1/2π√LC ആണ് അല്ലെ? 1/2π√LC is the equation for resonant frequency. സോ അതിൽ നിന്ന് ഫ്രീക്വൻസി കിട്ടും. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, അല്ലെങ്കിൽ ലൈറ്റ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക, റേഡിയോ വേവ്. ഇതിപ്പോ ട്രാൻസ്മിറ്റർ റേഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ എനിവേ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. സോ അതിന്റെ സ്പീഡ് അറിയാം 3 × 10⁸. ഫ്രീക്വൻസി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സോഴ്സിന്റെ അതേ ഫ്രീക്വൻസി ആവണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേവ് ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫ്രീക്വൻസി ഈസ് 1/2π√LC. So that is 1/2π എന്ന് പറയുമ്പോൾ 2π തന്നെ. √LC എന്ന് പറയുമ്പോൾ 2.4 × 10⁻⁻6 into 2.4 × 10⁻⁻6 into 10⁻⁻8. Okay. So 10⁻⁻6 into 10⁻⁻8 ഉള്ളിൽ വന്നാൽ 10⁻⁻14 വരും. അത് പുറത്ത് വന്നാൽ 10⁻⁻7 വരും. അത് മുകളിലോട്ട് പോയാൽ 10⁻7 വരും. So it will be 10⁻7. 1/2π into 1/2π എന്ന് പറഞ്ഞാൽ 6.28 into square root of 2.4 എത്ര വരും? Square root of 2.25 എത്രയാണ്? 2.25 1.5 ആണ്. Square root of 2.56 എത്രയാണ്? 1.6 ആണ്. 15ന്റെ സ്ക്വയർ 225, 256ന്റെ സ്ക്വയർ 16. സോ 1.5ന്റെയും 1.6ന്റെയും ഇടയിൽ വരുന്നത്. സോ ദാറ്റ് ഈസ് 1.5 നടക്കാം, അല്ലെങ്കിൽ 1.6 1.5 എന്ത് വേണേലും 1.52 53 55. So this is actually 6.2 into 1.5. 6.3 into 1.5 correct 10 way. So this is approximately equal to 10. So the frequency is approximately equal to 10⁻⁶. Sorry, 10⁻⁶ hertz. Frequency is approximately equal to 10⁻⁶ hertz. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് എത്രയാണ്? വേവ് ലെങ്ത് is c by frequency അല്ലേ? അല്ലേ? Lambda into frequency അല്ലേ സ്പീഡ്? Lambda into frequency will be the speed.
ഒക്കെ അറിയുന്നതല്ലേ, വേവ്സിനകത്തൊക്കെ പറഞ്ഞാണ് ലാംഡ ഇൻ ഫ്രീക്വൻസീസ്. സോ 3 into 10 raised to 8 divided by 10 raised to 6. So 3 into 10 raised to 2 എന്ന് വരും. ഓപ്ഷൻ ഇ വിൽ ബി ദി ആൻസർ. So wavelength will be 300 meter. So നമ്മൾ വിചാരിക്കും വേവ് ലെങ്ത് ഒക്കെ നാനോമീറ്റർ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. അല്ല, നമ്മുടെ റേഡിയോ വേവ്സിന്റെ ഒക്കെ വേവ് ലെങ്ത് എന്തുണ്ടാവും, വളരെ അധികം വേവ് ലെങ്ത് റേഡിയോ വേവ്സിനൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്നാലും അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. In a circuit, LC and R are connected in series with an alternating voltage of frequency f. The current leads the voltage by 45 degree. The current leads the voltage by 45 degree. The value of C is, what is the value of C? So 5 phase angle തന്നിട്ടുണ്ട് 45 degree. ഇപ്പോൾ current leads എന്ന് പറഞ്ഞത്, അപ്പോൾ ഇവിടെ ആരാണ്, ഏതാണ് കൂടുതൽ, XC ആണോ XL ആണോ കൂടുതൽ? Which one is more? Current leads എന്ന് പറയുമ്പോൾ ആരാണ് കൂടുതൽ, XC or XL? Which one is more? Hello? XC will be more, അല്ലേ? XC ആണ് കൂടുതൽ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്, അല്ലേ? So 45 degree ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. It is given, it is 45 degree, അല്ലേ? So tan phi യുടെ ഇക്വേഷൻ പറഞ്ഞ tan phi will be equal to, നമ്മള് ആ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒന്ന് ശരിക്കും താഴേക്ക് വരും, കാരണം XC ആണ് കൂടുതൽ. XC minus XL, ഇത് R. So this is phi. So tan phi is equal to XC minus XL by R. So this is 45 degree ആണ്. So this is 1. So XC എന്ന് പറയുന്നത് നമ്മളോട് C കണ്ടുപിടിക്കാനാണ്. XC എന്ന് പറയുന്നത് 1 by omega C minus omega L, L omega ആണ് വരിക. Is equal to R എന്ന് വരും, അല്ലേ? R അങ്ങോട്ട് പോകും. നമ്മളോട് C കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. So 1 by omega C will be equal to R plus omega L. അപ്പോൾ റെസിപ്രോക്കൽ എടുത്തിട്ട് C അങ്ങോട്ട് കൊണ്ടുപോകും, ഒമേഗ താഴേക്ക് കൊണ്ടുപോകും. C is equal to 1 by omega into R plus omega L. 1 by omega into R plus omega L. That is, ഇതിനെ 2 pi into frequency എന്ന് എഴുതാം, അല്ലെ? ഒമേഗന R plus 2 pi into frequency L. So option D will be the answer. Option D. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A coil of inductive reactance, it is replaced in a series with a condenser of capacitive reactance and resistance. It is placed in series with a resistance and the power factor of the circuit. ചെയ്തൂടെ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഫാക്ടർ കോസ് ഫൈ, അല്ലേ? കോസ് ഫൈ എന്താണ്? ഇതാണ് Z. ഇതിനകത്ത് നിന്ന് കോസ് ഫൈ പറഞ്ഞേ. കോസ് ഫൈ വിൽ ബി R by Z, അല്ലേ? ഈ ഫിഗറിൽ നോക്കിയാൽ മതി കോസ് ഫൈ എന്താണ്. Cos phi is R by Z. So Z നമുക്ക് അറിയാം, Z is equal to root of XL minus XC the whole square plus R square. Substitute ചെയ്യാൻ ആൻസർ കിട്ടും. We will get the answer. Cos phi is equal to R by Z. Z is equal to root of R square plus XL minus XC the whole square. So 8 square plus XL minus XC എന്ന് പറയുമ്പോൾ 31 minus 25 the whole square, 6 square. That is 10 എന്ന് വരും. So R is 8 and Z is 10. So it will be 0.8, 0.8. Okay, 0.8 volts. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ.
In an AC circuit, the current is 5 sine 100t minus pi by 2 ampere, and the potential difference V is 200 sine 100t volts. The power consumed is എത്ര വരെ power consumed? അടുത്ത question number 12 പെട്ടെന്ന് പറയൂ. Question number 12. What will be the power consumed? ഇതെന്താണിത്? Power consumed എത്രയാ? Question number 12ന്റെ ആൻസർ പെട്ടെന്ന് ഇതെന്ത് ഇത്ര ബുദ്ധിമുട്ട് എന്താണ്? What is the power consumed? Power consumed ന്റെ ആൻസർ എന്താണ്? ഇക്വേഷൻ എന്താ? VRMS into IRMS into cos phi. Cos phi എന്ന് പറഞ്ഞാൽ R by Z എന്നൊക്കെ അറിയാം, പക്ഷെ ആ phi നമ്മൾ എന്താണ് യൂസ് ചെയ്യാറുള്ളത്? ആ phi എന്താണ്? That phi is the phase difference between phase difference 0 എന്ന് വരും. phi ഇവിടെ എത്ര 0 ആണോ? phi is power factor അല്ലേ? phi is power factor. Sorry, cos phi is power factor. Cos phi power factor ആണ്. And that phi is the phase difference between voltage and current. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള phase difference ആണ് phi. ആ cos phi തന്നെയാണ് ഇവിടെയുള്ള phiയും. ഓക്കെ, അതിനെ cos phi യൂസ് ചെയ്യുന്ന phi എന്ന് പറയുന്നതും നമ്മുടെ phase difference between voltage and current എന്ന് പറയുന്നത് impedance triangle എന്ന് കിട്ടുന്ന phi എന്ന് പറയുന്നതും എല്ലാ phiയും ഒന്ന് തന്നെയാണ്. So that phi is pi by 2 or minus pi by 2 here. ഏതെടുത്താലും കുഴപ്പമില്ല, കോസിന്റെ ഉള്ളിൽ മൈനസ് വന്നാലും പ്ലസ് വന്നാലും ഒരേപോലെയാണ്. So cos pi by 2 എന്ന് വരും. Cos pi by 2 will be 0. Okay, VRMS into IRMS into cos pi by 2, that will be 0. ഇത് എന്ത് സർക്യൂട്ടാ? വാട്ട് ഈസ് ദിസ് സർക്യൂട്ട്? ഇൻഡക്റ്റീവ് ആണോ, കപ്പാസിറ്റീവ് ആണോ, റെസിസ്റ്റീവ് ആണോ, എന്ത് സർക്യൂട്ട് ആയിരിക്കും ഇത്? പെട്ടെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദിസ് സർക്യൂട്ട്? ആ എന്താണ്? അനന്ത് മാധവ് ഡൗട്ട് ഉണ്ടോ? ഈ സർക്യൂട്ട് എന്ത് സർക്യൂട്ട് ആണ്? ഈസ് ഇറ്റ് ഇൻഡക്റ്റീവ് സർക്യൂട്ട്, റെസിസ്റ്റീവ് സർക്യൂട്ട് ഓർ കപ്പാസിറ്റീവ് സർക്യൂട്ട്? എന്താണത്? ഇറ്റ് ഈസ് ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ലെ? ഇവിടെ ആരാണ് ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ഈസ് ലീഡിങ്, കറണ്ട് ലാഗ് ചെയ്യാണ്, മൈനസ് പൈ ബൈ 2 ആണ്. കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ പൈ ബൈ 2. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്സ് ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. കറണ്ട് ലീഡ് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റീവും, വോൾട്ടേജ് ലീഡ് ചെയ്യണമെങ്കിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ടുമാണ്. ഇനി അടുത്തത്, എ സീരീസ് LCR സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ടു an AC source of variable frequency and the frequency is increased continuously starting from small value. The power factor, what happens to the power factor? Goes increasing continuously, goes decreasing continuously, becomes maximum at a particular frequency, remains constant. What is the answer? None of these. What is the answer? Option C. Power factor initially increase ചെയ്യും, പിന്നെ ഡിക്രീസ് ചെയ്യും അല്ലെ? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഫൈ ഇസ് ഈക്വൽ ടു R by Z ആണ്. ഈ Z എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് R² പ്ലസ് XL മൈനസ് അല്ലെങ്കിൽ XC മൈനസ് XL ദി ഹോൾ സ്ക്വയർ ആണ് അല്ലെ? XC മൈനസ് XL, XL മൈനസ് XC എന്നോ XC മൈനസ് XL എന്നോ ഇത് വേണമെങ്കിൽ എഴുതാം. സോ ലോവർ ഫ്രീക്വൻസിന്ന് കൂട്ടി വരുമ്പോ എന്ത് ചെയ്യും? XC കുറഞ്ഞു വരും, XL കൂടി വരും. അപ്പൊ അവര് തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരും. അപ്പൊ Z എന്ത് ചെയ്യും? കുറഞ്ഞു വരും. കോസ് ഫൈ കൂടി വരും ഇല്ലേ? നമ്മൾ റെസൊണൻസിന്റെ സിറ്റുവേഷൻ പറഞ്ഞാണ്. പിന്നെ XL ഈക്വൽ ടു XC ആവുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് കോൾഡ് റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പൊ കോസ് ഫൈയുടെ വാല്യൂ 1 വരും. ബാക്കി പിന്നെയും കൂട്ടിയാൽ എന്ത് ചെയ്യും? XL കൂടും, അഗൈൻ Z ന്റെ വാല്യൂ കൂടി വരും. നമ്മൾ ആ റെസൊണൻസിന്റെ ഗ്രാഫ് ഒക്കെ വരച്ചാണ്. So becomes maximum at a particular value, then decreases. A pure inductor of 200 millihenry is connected to an AC source of 220 volts. Given the frequency of the source as 50 Hz, the RMS current in the circuit is. What is the RMS current in the circuit? So pure inductor ആണ്, ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ. RMS കറണ്ട് കണ്ടുപിടിക്കാനാണ്. സോ Z എന്തായിരിക്കും? ഇവിടെ XC മാത്രമല്ലേ ഉള്ളൂ, XL മാത്രമേ ഉള്ളൂ അല്ലെ? XL മാത്രമേ ഉള്ളൂ. സോ സോഴ്സിന്റെ ഇത് തന്നിട്ടുണ്ട്, 220 വോൾട്ട് ആണ് RMS വോൾട്ടേജ്.
L omega. L omega ആണ് ഇത് വരുന്നത്. Okay. So we are IRMS. IRMS equal to VRMS divided by Z ആണ്. Z ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? XL മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും ഇല്ല. XL is equal to L omega. L is equal to 25 into 10 raised to minus 3. Omega frequency എന്നിട്ടുണ്ട് 50 ആണ്. So 2 pi into 15 വരണം. So that will be 100 pi. 100 pi ആണ് ആൻസർ. That will be 100 pi. So this is ഇത് പോയാൽ 10 raised to minus 1 ഉണ്ടാവും. 2.5 pi എന്ന് വരും. So 2.5 into 3.14. 0.5 into 3.14 എന്ന് വരും. So how much is it? 7 point something or 8ന്റെ അടുത്തൊക്കെ വരും. So 220 divided by something like 8 or 7. So answer will be 28. 28 എന്ന് വരും. 28 ആണോ 32 ആണോ? എത്രയാ? സി ആണോ? ആ 28 എന്ന് വരും ആൻസർ. ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ഓക്കെ. ഇനി അടുത്തത്, in a step-up transformer, the turn ratio is 1:2. A Lagrangian cell of EMF 1.5 is connected across the primary. The voltage across the secondary is. പറഞ്ഞേ, ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഇതിന്റെ ആൻസർ എത്രയാ വരാ? ടേൺ നമ്പർ ഓഫ് ടേൺസിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്, പ്രൈമറി വോൾട്ടേജ് വന്നിട്ടുണ്ട്, സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞ ആൻസർ. എത്രയാ? പെട്ടെന്ന് പറഞ്ഞേ. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ശരിയാണെങ്കിലും കുഴപ്പമില്ല. ഏതാ ആൻസർ വരിക? എന്താണിത്? ആരും ഇല്ല ഇവിടെ? ഒരാളൊരു ചോദ്യം. ആ 0 വരും അല്ലെ? എന്തുകൊണ്ടാണ് 0 വരുന്നത്? എന്തുകൊണ്ടാണ്? Why is it 0? Why is it 0? എന്തുകൊണ്ടാണ് 0 വന്നത്? DC അല്ലെ? DC ആണ്. ലഗ്രാൻജിയൻ സെൽ നമ്മൾ അതിലോ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതല്ലേ? ഇലക്ട്രോ കെമിസ്ട്രിയിലോ ഏതോ ചാപ്റ്ററിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഏതായാലും അതിന് EMF 1.5 വോൾട്ട് ആണ്. ഇറ്റ്സ് എ DC സോഴ്സ്. ഒരു സെല്ലാണ്, ബാറ്ററി ആണ് ആ സംഭവം. അതൊരു DC സോഴ്സ് ആണ്. അത്രയും അറിഞ്ഞിരുന്നാൽ മതി അതിനകത്ത്. സോ ട്രാൻസ്ഫോമർ എന്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? AC-യിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് മ്യൂച്വൽ ഇൻഡക്ഷൻ, വേരിയിങ് വോൾട്ടേജ് വേണം, വേരിയിങ് ഫ്ലക്സ് വേരി ചെയ്താൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ, ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുള്ളൂ. സോ ഇറ്റ്സ് വർക്ക് ഓൺലി ഫോർ AC. AC-ക്ക് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. DC-യിൽ ഔട്ട്പുട്ട് ആയിട്ട് ഒന്നും തരില്ല. ഇറ്റ് വിൽ നോട്ട് ഗീവ് എനിത്തിങ്. സോ ഇറ്റ് ഈസ് 0. ആൻസർ 0 ആണ്. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് വർക്ക്. ട്രാൻസ്ഫോമർ ഡസ് നോട്ട് വർക്ക് ഫോർ DC. DC-യിൽ വർക്ക് ചെയ്യില്ല. ഇനി അടുത്തത് എന്താണ് തന്നിട്ടുള്ളത്? The instantaneous values of alternating current and voltage are given. The average power ആണ് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് പറഞ്ഞേ, ആവറേജ് പവറിന്റെ ഇക്വേഷൻ. Average power, P average is equal to VRMS IRMS cos phi. അതല്ലെങ്കിൽ മാക്സിമം വാല്യൂ എടുക്കുകയാണെങ്കിൽ V0 I0 by 2 cos phi എന്ന് എഴുതാം. കാരണം VRMS എന്ന് പറയുന്നത് V0 by √2 ആണ്, IRMS എന്ന് പറയുന്നത് I0 by √2 ആണ്. സോ ആ √2 കൂടി ചേർന്നിട്ട് എന്താവും? by 2 എന്നായിട്ട് മാറും. So it will be 1 by √2 1 by √2 cos phi എത്രയാ? ഒരു by 2 ഉണ്ട്. cos phi എത്രയാ അവിടെ? cos phi is 1 by 2 അല്ലേ? cos phi pi by 3 ആണ് ഇവിടുത്തെ ഫേസ് ഡിഫറൻസ്. So it will be 1 by 8 അല്ലേ? 1 by √2 1 by √2 by 2
ഇവിടെ വന്നിട്ടുള്ള V0 I0 മാക്സിമം വാല്യൂസ് ആണ്. ഒന്നുകിൽ RMS 1/2 വരും, ഇന്റെ ഒരു cos phi 1/2, അല്ലെങ്കിൽ V0 I0/2 cos phi. So 1/8 എന്ന് വരും ആൻസർ. Okay, the answer will be 1/8. ഇനി അടുത്ത question number 17. In an electrical circuit, RLC and AC voltage are connected in series. When L is removed from the circuit, the phase difference between the voltage and the current in the circuit is pi/3. If C is removed from the circuit, the phase difference again is pi/3. The power factor of the circuit is. What is the power factor of the circuit? പെട്ടെന്ന് പറഞ്ഞ ആർക്കെങ്കിലും കിട്ടിയോ? പെട്ടെന്ന് പറഞ്ഞേ. ഈ സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എത്രയാണ്? ഇപ്പൊ ഉള്ള സർക്യൂട്ടിന്റെ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എല്ലും സിയും ആറും കൂടി ഉള്ള സർക്യൂട്ടിന്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് LCR സർക്യൂട്ടിൽ നിന്ന് ആദ്യം എല്ല് റിമൂവ് ചെയ്തു. എല്ല് റിമൂവ് ചെയ്താല് അതിനകത്ത് ആറും ഉണ്ടാവും, പിന്നെ ആരാ ഉണ്ടാവുക? എക്സിയും. XL is 0. XL is 0. XL is 0. So this angle is pi/3 എന്നാ പറഞ്ഞത്. So tan phi is equal to XC minus XL/R, that will be XC/R. Tan phi, that is tan pi/3. Okay, tan phi is XC/R, cos phi is equal to R/Z. ഇനി അടുത്ത സിറ്റുവേഷനിൽ എന്താ ചെയ്തത്? അടുത്ത സിറ്റുവേഷനിൽ ആരെ റിമൂവ് ചെയ്തു? കപ്പാസിറ്ററിനെ റിമൂവ് ചെയ്തു. അപ്പൊ XL-ഉം R-ഉം മാത്രമേ ഉള്ളൂ. സോ ആ കേസിലും കിട്ടിയ ഫേസ് ആംഗിൾ tan phi, that is tan pi/3 is equal to XL/R. ഒരു കേസിൽ ഒരാളാണ് ലീഡ് ചെയ്യുന്നത്, മറ്റേ കേസിൽ വോൾട്ടേജ് ആണ്, ഒരു കേസിൽ കറണ്ട് ആണ് ലീഡ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ നമ്മൾ ഫേസ് ആംഗിൾ പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇതിനകത്തുനിന്ന് എന്താണ് കിട്ടാൻ പോകുന്നത്? രണ്ടും കൂടി ഒപ്പം ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടാൻ പോണേ? ആൻസർ 1 എന്ന് കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ XC equal to XL എന്ന് കിട്ടും അല്ലെ? XC equal to XL എന്ന് കിട്ടും. സോ XC equal to XL ആണ്. അത് രണ്ടും കൂടി കണക്ട് ചെയ്താൽ, സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ XC equal to XL ആവുന്ന സിറ്റുവേഷൻ ഏതാണ്? XC equal to XL ആവുന്ന സിറ്റുവേഷൻ റെസൊണൻസ് സിറ്റുവേഷൻ അല്ലെ? ദി കണ്ടീഷൻ ഈസ് റെസൊണൻസ്. റെസൊണൻസ് കണ്ടീഷൻ ആണ് XC is equal to XL ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദി ആൻസർ ഈസ് C. റെസൊണൻസിൽ പവർ ഫാക്ടർ എത്രയാ? 1 ആണ്. അല്ലെങ്കിൽ XC equal to XL വരുമ്പോൾ Z ന്റെ വാല്യൂ R തന്നെ ആയിരിക്കും. So cos phi is equal to R/R. Okay, cos phi equal to R/R. അല്ലെങ്കിൽ tan phi is equal to XL minus XC/R. XL equal to XC, that will be 0. So cos phi 1 വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A conductor of capacitance, capacity, conductor അല്ല, കണ്ടൻസർ ആണ് ശരിക്കും കേട്ടോ. ഇത് കണ്ടൻസർ എന്ന് എടുക്കും, ഏതായാലും കുഴപ്പമില്ല. കപ്പാസിറ്റി C is charged to a potential difference V1. The plates of the condenser are then connected to an ideal inductor of inductance L. The current through the inductor when the potential difference across the conductor reduces to V2 is. ഇതെങ്ങനെ ചെയ്യണ്ടേ? How can we do this question? ഏതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞ പെട്ടെന്ന്. From which topic is this question? ഏത് ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്? പെട്ടെന്ന് പറയൂ. ഇതെന്താ പിന്നെയും ഉണ്ടാത്തത്? ഏതിൽ നിന്നുള്ള ക്വസ്റ്റ്യനാ? A condenser or capacitor of capacity is charged. Capacitance എന്നുള്ള ക്വസ്റ്റ്യനാ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ മുമ്പ് മോളിൽ ചെയ്തത്?
ആ LC ഓസിലേഷൻ അല്ലേ? LC ഓസിലേഷൻ എന്നുള്ള എങ്ങനെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? എങ്ങനെയാ? എങ്ങനെയായിരിക്കും ചെയ്യേണ്ടി വരിക? എന്ത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യേണ്ടി വരിക? LC ഓസിലേഷന്റെ എന്ത് കൺസർവേഷൻ? എനർജി കൺസർവേഷൻ അല്ലെ? കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്ത്. അപ്പൊ ആദ്യം കപ്പാസിറ്റർ ചാർജ് ചെയ്തു. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഹാഫ് CV2 സ്ക്വയർ പ്ലസ് ഹാഫ് LI സ്ക്വയർ. കപ്പാസിറ്ററിൽ ഇനീഷ്യലി സ്റ്റോർ ചെയ്തിരുന്ന ഫുൾ എനർജി ഈക്വൽ ടു ഹാഫ് LI മാക്സിമം സ്ക്വയർ. നമ്മളോട് വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ മാക്സിമം കറണ്ട് എത്രയാണെന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. മാക്സിമം ചോദിക്കുമ്പോ അത് മാത്രമേ ഇക്വേറ്റ്. ഇവിടെ ചോദിച്ചത് V2 ആവുമ്പോ ഇവിടെ I എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് V2 ആവുമ്പോ I എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹാഫ് വി ക്യാൻസൽ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഇല്ലേ? ചിലപ്പോ ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത്? ഇല്ലല്ലോ. താഴെ V വരുമോ? ഇല്ലല്ലോ, താഴെ V വരില്ലല്ലോ. താഴെ V റൂട്ട് വരില്ലേ? റൂട്ട് പെട്ടെന്ന് പറഞ്ഞ ആൻസർ ഏതാ? ആൻസർ ഇല്ല അല്ലേ? ഉണ്ടോ? ആൻസർ ഇല്ലാന്ന് എനിക്ക് തോന്നി, കണ്ടപ്പോ തോന്നിയപ്പോ പറഞ്ഞ. ഇല്ലല്ലോ. ആൻസർ ഉണ്ടോ മക്കളെ? ഡിനോമിനേറ്ററിൽ V1 സ്ക്വയർ ഇല്ല അല്ലെ? V1 സ്ക്വയർ ഇല്ല. സോ ഒന്നുകിൽ ഓപ്ഷൻ ഡിയിലെ V1 സ്ക്വയറിനെ വെട്ടിക്കളയാം, അതല്ലെങ്കിൽ ഓപ്ഷൻ ബിക്ക് എന്ത് കൊടുക്കാം? റൂട്ട് കൊടുക്കാം. ഓപ്ഷൻ ഒന്നുകിൽ ഓപ്ഷൻ ബിക്ക് എന്ത് ചെയ്യാ? റൂട്ട് ഓഫ് ഓപ്ഷൻ ബി. ഓക്കെ, ഒന്നുകിൽ ഓപ്ഷൻ ബിക്ക് റൂട്ട് കൊടുക്കാം. ഓക്കെ, ബിക്ക് റൂട്ട് കൊടുത്ത ബീട്രൂട്ട്. അതല്ലെങ്കിൽ ഓപ്ഷൻ ഡിക്ക് എന്ത് കൊടുക്കാം? V1 സ്ക്വയർ കട്ട് ചെയ്ത് കളയാം. ഏതെങ്കിലും ഒന്ന് ചെയ്താണ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ. In the figure shown, LCR network 300 volt supply. The network elements are such that R equal to XL equal to XC equal to 10 volt. V1 V2 0. ആൻസർ പറഞ്ഞ V1 V2 V3 വോൾട്ടേജസ് എത്രയായിരിക്കും? അപ്പോ XL equal to XC ആണ്, സിറ്റുവേഷൻ റെസൊണൻസ് ആണ്. Rന് അക്രോസ് ഏത് തന്നെയായിരിക്കും? XL equal to XC ആണ്. The circuit is in resonance. Rന് അക്രോസ് സോഴ്സിന്റെ വോൾട്ടേജ് 300 തന്നെയായിരിക്കും. So this is 300. Rന് അക്രോസ് ഉള്ള RMS വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? VRMS across R is given by IRMS into R ആണ്. VRMS across C, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള RMS വാല്യൂ എന്ന് പറഞ്ഞാൽ IRMS into XC ആണ്. ഇൻഡക്ടറിന് അക്രോസ് IRMS into XL ആണ്. അപ്പൊ എല്ലാത്തിന്റെ വാല്യൂ എത്ര തന്നെ? XL equal to XC equal to R അല്ലേ മാഗ്നിറ്റ്യൂഡ് വൈസ്? IRMS അതിലൂടെ എന്തെങ്കിലും ഉണ്ടാവും. സോ മൂന്നിന്റെ വാല്യൂ എന്തെന്നെയാ വരണ്ടേ? വാല്യൂ ഓഫ് ഈച്ച് ഷുഡ് ബി 300 അല്ലേ? കാരണം R equal to XL equal to XC ആണ്. So it is 300. This is 300. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ ഇതിനകത്ത് R equal to 10ഉം XL is equal to 5, XC is equal to 5 അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാ വരിക?
എത്രയൊക്കെയാ വരുമെന്ന് പറഞ്ഞേ? ഈ ക്വസ്റ്റ്യനിൽ R is equal to 10, XL equal to 5, X is equal to 5. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആൻസേഴ്സ് വരാം? 300, 150, 150. വെരി ഗുഡ്. ഓക്കെ. സോ 5RMS into 10 300 തന്നെ വരും. അപ്പൊ IRMS into 5 ബാക്കി ലീൻ അക്രോസ്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. An AC voltage is applied to a resistance R and an inductor L in series. Okay. If R is the inductive reactance and are both equal to 3 ohm, the phase difference between the applied voltage and the current in the circuit. Better than വളരെ simple ആയിട്ടുള്ള question. What is the phase difference? ഒരു RL സർക്യൂട്ട് ആണ്. ഇവിടെ R ഉണ്ട്, ഇവിടെ XL ഉണ്ട്. രണ്ട് റിയാക്ടൻസും സെയിം ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് രണ്ടും 3 ആണെന്നാ പറഞ്ഞു. നമ്മളോട് ഫേസ് ഡിഫറൻസ് ഫൈ എത്രയാണ്? tan phi is equal to XL by R എന്ന് വരും. That is 3/3 1 എന്ന് വരും. That is pi by 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Switch S is closed at t equal to 0. After sufficiently long time, an iron rod is inserted into the inductor L. The light bulb will. What happens to the light bulb? So ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്തു. ഇൻഡക്ടറിന്റെ ഉള്ളിൽ ഒരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്തു. So iron rod insert ചെയ്താൽ what happens to the inductance? ഞാൻ നേരത്തെ പറഞ്ഞു L is equal to mu0 into mu r എന്ന് എടുക്കേണ്ടി വരും. n square a into length. So iron rod insert ചെയ്താൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ mu r increase ചെയ്യും. ഓക്കെ. ഫെറോമാഗ്നറ്റിക് ആയിട്ടുള്ള ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇൻസേർട്ട്. അത് നിങ്ങൾ ഇതിനകത്ത് പഠിക്കും. മാൻഡിസൺ ആൻഡ് മാറ്ററിൽ പഠിച്ചോ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഡയാമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ mu r will be less than 1. ഓക്കെ. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ it will be slightly more than 1. ഫെറോമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ it will be very very greater than 1. ഓക്കെ. 1നേക്കാളും വളരെ കൂടുതലായിരിക്കും. അത്യാവശ്യം വലിയ വാല്യൂ ഉണ്ടാവും. സോ L ഇൻക്രീസ് ചെയ്യും. The value of L will increase upon inserting what? Inserting rod. Iron rod insert ചെയ്താൽ L increase ചെയ്യും. അപ്പൊ നമുക്കറിയാം XL is equal to L omega ആണ്. That also increases. XL equal to L omega also increases. So Z അറിയാം. Z is equal to square root of R square plus XL square എന്ന് മാറും. അവിടെ XC ഇല്ല, XL മാത്രമേ ഉള്ളൂ. XL minus XC the whole square. അപ്പൊ Z കൂടും. Z കൂടുമ്പോ ബൾബിലൂടെയുള്ള കറണ്ട് കുറയും. Z കൂടുമ്പോ കറണ്ടിലൂടെയുള്ള ബൾബിലൂടെയുള്ള കറണ്ട് കുറയും. The current through the bulb will decrease. റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ല പവർ എന്താണെന്ന് ചോദിച്ചാൽ IRMS സ്ക്വയർഡ് ഇൻറ്റു ആ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. ആ ബൾബിന് ഒരു റെസിസ്റ്റർ ഉണ്ടാവും. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ IRMS സ്ക്വയർ ഇൻറ്റു ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചെയ്ത് അതിന്റെ പവർ കിട്ടും. ഇവിടെ IRMS എന്ത് ചെയ്യും? കുറയും. ദി വാല്യൂ ഓഫ് IRMS വിൽ ഡിക്രീസ്. ഓക്കെ. IRMS വിൽ ഡിക്രീസ്. ഓട്ടോമാറ്റിക്കലി പവർ വിൽ ഡിക്രീസ്. So power dissipated across the bulb will decrease. So what happens to the what? What happens to the brightness? Brightness will gets dimmer. No, it will get dimmer. Right? So Z increases, current decreases, power across the bulb decreases. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യേണ്ടല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഏരിയ വന്നിട്ടുണ്ട്, 100 ടേൺസ് വന്നിട്ടുണ്ട്, 10 മീറ്റർ. ഇൻഡക്ടൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സീരീസ് LCR സർക്യൂട്ട് R equal to 5, L is equal to 40 millihenry and C is equal to 1 microfarad. The bandwidth of the circuit. What is the bandwidth of the circuit? Bandwidth in the equation നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? അല്ലെ, ബാൻഡ്വിഡ്ത്ത് ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ ക്യൂ ഫാക്ടർ ഒക്കെ പറഞ്ഞപ്പോൾ ഡിറൈവ് ചെയ്ത സംഭവമാണ് അല്ലെ. വി ഡിറൈവ്ഡ് ഇൻ ദി കേസ് ഓഫ് ക്യൂ ഫാക്ടർ. ഇല്ലേ, എവിടെയാ ഡിറൈവ് ചെയ്ത്? ഇവിടെയാണോ എന്നൊരു സംശയം, ഉറപ്പില്ല. ക്യൂ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ക്യൂ ഫാക്ടർ അതേപോലെ ബാൻഡ്വിഡ്ത്തിന്റെ ഇക്വേഷൻ R/12 അല്ല, ഡെൽറ്റ ഒമേഗയാണ് R/12. ബാൻഡ്വിഡ്ത്ത് ഈസ് R/L. 2 ഡെൽറ്റ ഒമേഗയാണ് ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, ബാൻഡ്വിഡ്ത്ത് ഈസ് 2 ഡെൽറ്റ ഒമേഗ. ദാറ്റ് ഈസ് R/L. ബാൻഡ്വിഡ്ത്ത് ഈസ് R/L. ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് R/L ആണ്. ഏതാ ആൻസർ? 5/40. 5000/40. ബാൻഡ്വിഡ്ത്തിന് ആൻസർ ഇല്ലേ? അത് നമുക്ക് ഏതിലാണ് ആ ബാൻഡ്വിഡ്ത്ത്? ഏതിലാ? അത് ഡെൽറ്റ ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയുടെ ടേംസിലാണ് അല്ലെ. 2 ഡെൽറ്റ ഒമേഗ ബീറ്റ എന്ന് പറഞ്ഞാൽ 2 ഡെൽറ്റ ഒമേഗയാണ്. ദാറ്റ് ഈസ് R/L. Okay, R/L. So that is 5 divided by 40 into 10 raised to minus 3, 5000/40 എന്ന് വരും. 1000/40, 25 into 5, 125. 125 റേഡിയൻ പെർ സെക്കൻഡ്. നമുക്കിതെല്ലാം ആവശ്യം. നമ്മളോട് ഫ്രീക്വൻസിയിലാണ് ചോദിച്ചത്. We are asked in terms of frequency. So this is frequency change എന്ന് പറഞ്ഞാൽ 2π. ഇതെന്ത് ചെയ്താൽ മതി? by 2π ചെയ്താൽ മതി. Okay, so delta F is equal to delta omega by 2π. That is 125 divided by 6.28. 6.25ന്റെ കറക്റ്റ് ഡബിൾ ആണിത് അല്ലെ, കറക്റ്റ് ഡബിൾ ആണ്. So this will be 20 hertz. ആണോ? 20 hertz. Option B will be the answer. Option B is the answer. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ അടുത്ത ക്വസ്റ്റ്യൻ. The reading of the ammeter and voltmeter will be. What will be the reading? ഇതെന്താണ് സിറ്റുവേഷൻ? റെസണൻസ് കണ്ടീഷൻ അല്ലെ, റെസണൻസ് കണ്ടീഷൻ ആണ്. സോ വോൾട്ട്മീറ്ററിന്റെ റീഡിംഗ് എന്തായിരിക്കും? സോഴ്സിന്റെ അതേ വോൾട്ടേജ് 220 വോൾട്ട്. പിന്നെ ഇവിടെ Z എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? റെസണൻസിൽ Z is equal to R ആണ്. സോ IRMS is equal to AC വോൾട്ട്മീറ്ററും AC അമ്മീറ്ററും ഒക്കെ റീഡ് ചെയ്യുക RMS വാല്യൂസ് ആണ്. സോ IRMS is equal to VRMS by Z. VRMS by Z ആണ്. Z is equal to R എന്ന് വരും റെസണൻസിൽ. So 220 divided by 100, 2.2 and 220 volts. Option D will be the answer. Option D. ഇനി അടുത്തത് ക്വാളിറ്റി ഫാക്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ്. In the resonant in an LCR AC circuit, omega 0 is the resonant circuit, resonant angular frequency. Then the quality factor is given by quality factor equation ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. quality factor equation എന്താണ്? Q is equal to omega 0 divided by 2 delta omega അല്ലെങ്കിൽ bandwidth. ബാൻഡ്വിഡ്ത്ത് നമ്മൾ നേരത്തെ എഴുതി R/L ആണ് ബാൻഡ്വിഡ്ത്ത് എന്ന് നേരത്തെ പറഞ്ഞു. R/L ആണ് ബാൻഡ്വിഡ്ത്ത്. So this is Q is equal to omega 0 divided by R/L എന്ന് പറയുമ്പോൾ L omega by R. L omega 0 by R എന്ന് വരും. L omega 0 by R ഉണ്ടോ? ഇല്ല. ഉണ്ടോ?
ഇല്ല. പിന്നെ എന്ത് എഴുതാം? L omega 0. L omega 0 എന്ന് പറഞ്ഞാൽ റെസൊണന്റ് ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഈസ് omega 0 c 1/c omega 0. സോ അങ്ങനെ എഴുതാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ 1/c omega 0 r. സോറി, യെസ്, 1/c omega 0. അങ്ങനെയും ആൻസർ ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ദെയർ. അതല്ലെങ്കിൽ എന്ത് എഴുതാം? ഒമേഗ സീറോന്റെ വാല്യൂ എന്ത് എഴുതാം? റെസൊണന്റ് ഫ്രീക്വൻസി, റെസൊണന്റ് ആംഗുലാർ ഫ്രീക്വൻസി 1/√LC ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1/r × √L/c എന്നുള്ള ഓപ്ഷൻ ബി വരും. ഓപ്ഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓപ്ഷൻ ബി വരും. സോ വി ക്യാൻ ചൂസ് എനി. സോ അത് മാത്രമേ കറക്റ്റ് ഉള്ളൂ. അത് മാത്രമല്ല, ഇക്വേഷൻ ഉള്ളത് അത് മാത്രമല്ല, മൂന്നാല് ഇക്വേഷൻസ് എഴുതാം. ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞ്. അടുത്ത ക്വസ്റ്റ്യൻ 26. പവർ ഫാക്ടർ. വാട്ട് ഈസ് ദി പവർ ഫാക്ടർ എന്നാണ്. 6 തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, ഒമേഗ തന്നിട്ടുണ്ട്. സോ XL കണ്ടുപിടിക്കണം അല്ലെ, Z കണ്ടുപിടിക്കണം. സോ XL is equal to Z കണ്ടുപിടിക്കാതെയും ചെയ്യാട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. XL tan phi കണ്ടുപിടിച്ചിട്ട് അങ്ങനെയും ചെയ്യും. So XL is equal to L omega 400 into 10⁻⁻6 into 100. Omega is 100. So this is, how much is it? Oh, million. So this is -3, 10⁻⁻3. So 40 ohm. So Z is equal to root of R square plus XL square, 30 square plus 40 square, 50. Cos phi is equal to R by Z, that is 0.6. So അടുത്ത question. Resistor, inductance of reactance, capacitor of reactance connected. The current in the circuit is. So button ചെയ്തൂടെ? So 27 എന്താണ് സിറ്റുവേഷൻ? എന്ത് സിറ്റുവേഷൻ? XL is equal to XC ആണ് അല്ലേ? ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആണ്, രണ്ടും 10 ആണ്. സോ റെസൊണൻസ് സിറ്റുവേഷനിൽ IRMS is equal to, നമ്മളോട് കറണ്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കറണ്ട് മാത്രം ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് RMS വാല്യൂ ആട്ടോ കണ്ടുപിടിക്കേണ്ടത്, പീക്ക് വാല്യൂ അല്ല RMS. പീക്ക് വാല്യൂ ഇവിടെ 300√2/R എന്ന് വരും, കാരണം റെസൊണൻസിൽ Z is equal to R ആണ്. RMS വാല്യൂ എന്ത് വരും? 10 ആംപിയറിനെ വരുള്ളൂ. 10√2 ആണ് മാക്സിമം വാല്യൂ. അങ്ങനെ മാക്സിമം ചോദിക്കുകയാണെങ്കിൽ 10√2 എന്ന് എഴുതണം. അതല്ലാതെ വെറുതെ കറണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ മീൻ ചെയ്യുന്ന RMS. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the resonant frequency of a tank circuit of an oscillator. ടാങ്ക് സർക്യൂട്ട്, ഓസിലേറ്റർ സർക്യൂട്ട് ഒക്കെ നിങ്ങൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വരുന്നത്. പക്ഷെ റെസൊണന്റ് ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. അതിനൊക്കെ ഇക്വേഷൻ എല്ലാത്തിലും ഒന്ന് തന്നെയാണ്, 1/√LC. അല്ലെങ്കിൽ റെസൊണന്റ് ആംഗുലാർ ഫ്രീക്വൻസി 1/√LC, മറ്റേത് 1/2π√LC. ഓക്കെ, ആ വാല്യൂ വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഡു ഇറ്റ് യൂസിങ് ദാറ്റ് ഇക്വേഷൻ. വളരെ സിമ്പിൾ. പിന്നെ പ്യുവർ ഇൻഡക്റ്റീവ് AC സർക്യൂട്ട്, ഏതാ ആൻസർ? 29 ആൻസർ ഏതാ? ഇൻഡക്റ്റീവ് AC സർക്യൂട്ടിൽ ഓപ്ഷൻ ബി അല്ലേ? വോൾട്ടേജ് ലീഡ്സ് ബിഹൈൻഡ് കറണ്ട് ബൈ π/2. അല്ല, ലീഡ്സ് ahead of current അല്ലെ? ലീഡ്സ് കറണ്ട് ബൈ π/2, അല്ലെങ്കിൽ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ π/2. ഈ പൈ ഫേസ് ലാഗ് ചെയ്യാന്ന് പറയുന്നതും ലീഡ് ചെയ്യാന്ന് പറയുന്നതും ബേസിക്കലി സെയിം ആണ്. ഓക്കെ, അതല്ല, വോൾട്ടേജ് ലാഗ്സ് ബിഹൈൻഡ് പൈ എന്ന് പറയുന്നതും മറ്റാള് പൈ ലീഡ് ചെയ്യാന്നൊക്കെ പറയുന്നതും, അല്ലെങ്കിൽ മറ്റാള് ലാഗ്സ് ബിഹൈൻഡ് പൈ എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും, അതായത് സർക്കിൾ എടുത്തിട്ട് പൈ ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലെ, പൈ ലാഗ് ചെയ്യാന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെ വരും. അതായത് സോറി, അതെല്ലാം കൂടി ഒരുമിച്ച് വന്നു.
സോ പൈ ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിപ്പോ വരച്ചിട്ടുള്ള ഇങ്ങനെ വരും. മനസ്സിലായോ? പൈ അതായത് ഈ പോയിന്റ് നിന്ന് പൈ ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, ഇപ്പൊ വരച്ച പോലെ. ഈ പൈ ലാഗ് ചെയ്യാന്ന് പറഞ്ഞാലോ അത് താഴെക്കൂടെ വന്നിട്ട് ഇങ്ങനെ വരും. ഓക്കെ, നെഗറ്റീവ് സൈഡിലോട്ട് പൈ എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം പോയിന്റ് തന്നെയാണ് എത്താൻ പോണത്. പൈ ലീഡിങ്ങും പൈ ലാഗിങ്ങും ഒരേപോലെ. ദാറ്റ് ഡസന്റ് ഹാവ് എനി മീനിങ്. ഓക്കെ, ഈ ഓപ്ഷൻ സിയും ഇയും ഒരേപോലെ തന്നെയാണ്. ശരി, സിയും ഇയും സെയിം ആണ്. അടുത്ത് പവർ ഡിസിപ്പേറ്റഡ് ഇൻ ആൻ AC സർക്യൂട്ട് is 0 if the circuit is ഏത് ഓപ്ഷൻ സി, either purely resistive or purely capacitive. ഓക്കെ, സമയം കഴിഞ്ഞു, സമയമായിട്ടുണ്ട് ഏകദേശം. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്ക്. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ? അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. 46 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്ക് ബാക്കിയുള്ളത്. ഞാൻ ഏകദേശം 32 ക്വസ്റ്റ്യൻസ് ചെയ്തു, 30 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓക്കെ, ഒരു 15 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സെക്കൻഡ് ബുക്കിലെ NCERT-യിലെ സെക്കൻഡ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ റേ ഓപ്റ്റിക്സ് ആണ്. NCERT-യിലെ സെക്കൻഡ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ റേ ഓപ്റ്റിക്സ്, സെക്കൻഡ് ചാപ്റ്റർ വേവ് ഓപ്റ്റിക്സ്. അപ്പൊ ഒപ്റ്റിക്സിലെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് റേ ഓപ്റ്റിക്സ് ഫവാസ് സാർ എടുത്തോളും, വേവ് ഓപ്റ്റിക്സ് ഞാൻ എടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഒപ്റ്റിക്സിന്റെ ചാപ്റ്റേഴ്സ് അവസാനത്തോട്ട് വെച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പോർഷൻ ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ അത് എത്തിയില്ല. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ്. ഓക്കെ, താങ്ക് യു.